പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് നിൽക്കുന്ന നിൽപ്പിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, നന്നായിട്ട് ഉച്ചത്തിൽ പറയാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, അവിടുത്തെ നിസ്സീമമായ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, അവിടുത്തെ നിസ്സീമമായ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നയിക്കണമേ. ഞങ്ങളെല്ലാവരെയും നയിക്കണമേ. പുത്രനായ യേശുവേ, പുത്രനായ യേശുവേ, കൃപയുടെ നദിക്കരയിലേക്ക്, കൃപയുടെ നദിക്കരയിലേക്ക് ഞങ്ങളെ ആനയിച്ചുകൊണ്ട് പോകണമേ. ഞങ്ങളെ ആനയിച്ചുകൊണ്ട് പോകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഹവാസത്തിന്റെ ശക്തിയാൽ, സഹവാസത്തിന്റെ ശക്തിയാൽ ഞങ്ങളിൽ സജീവമാകണമേ. ഞങ്ങളിൽ സജീവമാകണമേ. അങ്ങനെ പിതാവിന്റെ സ്നേഹം, അങ്ങനെ പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. ഇത് എത്ര പ്രാവശ്യം നമുക്ക് അത്തരം തുറന്ന് പറയാമോ അത്രയും പ്രാവശ്യം നമുക്ക് ബലം തരുന്ന, ശക്തി തരുന്ന, ജീവനുള്ള ദൈവത്തിന്റെ സത്യമാണിത്. കാരണം ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളാണ്. മൂന്ന് വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിയുടെ മൂന്ന് സ്വഭാവമല്ല, മൂന്ന് വ്യക്തിത്വങ്ങളാണ്. എന്നാൽ പരമമായ ഐക്യത്തിൽ, ദിവ്യമായ സ്നേഹത്തിൽ അവർ ഒന്നായിരിക്കുന്നു. ആരൊക്കെയാണ് അവർ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പുത്രനല്ല പിതാവ്, പിതാവല്ല പുത്രൻ, പരിശുദ്ധാത്മാവല്ല പിതാവ്, പരിശുദ്ധാത്മാവല്ല പുത്രൻ. എന്നാൽ ഇവർ മൂവരും പരമമായ ഐക്യത്തിൽ, ദിവ്യമായ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം നമ്മെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, നാം ഒന്നായിരിക്കുന്ന പോലെ. ആരാണ് നാം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നല്ലേ? മൂന്ന് ഒന്നായിരിക്കുന്ന പോലെ. അപ്പൊ അത് സംഖ്യാപരമായ ഏകത്വമല്ല, പിന്നെ എന്താണത്? സംക്ഷിപ്തമാണ്. ഐക്യത്തിലാണ് അവരൊന്നായിരിക്കുന്നത്. അംഗത്വത്തിലോ സംഖ്യാപരമായി നോക്കിയാലോ അവർ മൂവരാണ്, എന്നാൽ ഐക്യത്തിലോ അവർ ഒന്നാണ്. അപ്പൊ ആ ഐക്യത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെ ഇടയിലുള്ള ഐക്യം, പരിശുദ്ധാത്മാവിൻ്റെയും പിതാവിൻ്റെ ഇടയിലുള്ള ഐക്യം. ആ ഐക്യം നമ്മിൽ വെളിപ്പെട്ടാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് മാത്രമല്ല, അവിടെയാണ് ദൈവത്തിൻ്റെ പൂർണ്ണതയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ നിൽക്കുന്ന നിപ്പിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ. ദൈവമേ, പരമമായ ഐക്യത്തിൻ്റെയും, നന്നായിട്ട് പറയൂ, പരമമായ ഐക്യത്തിന്റെയും, പരമമായ ഐക്യത്തിന്റെയും, ദിവ്യമായ സ്നേഹത്തിന്റെയും, ദിവ്യമായ സ്നേഹത്തിന്റെയും കൂട്ടായ്മയായ ദൈവമേ, കൂട്ടായ്മയായ ദൈവമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. പരമമായ ഐക്യത്തിന്റെയും, പരമമായ ഐക്യത്തിന്റെയും, ദിവ്യമായ സ്നേഹത്തിന്റെയും, ദിവ്യമായ സ്നേഹത്തിന്റെയും, കൂട്ടായ്മയായ ദൈവമേ, കൂട്ടായ്മയായ ദൈവമേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ചിക്മംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കേട്ട ഒരു സാക്ഷ്യം എന്നെ വളരെ ചിന്തിപ്പിച്ചതാണ്. ഒരമ്മയുടെ കാല് മന്തു പിടിച്ചതുപോലെ വണ്ണിച്ചിരിക്കുകയാണ്. അപ്പൊ ആ അമ്മ ഇന്നലെ ഞാനുമായി സംസാരിക്കുമ്പോൾ അമ്മ പറയുകയാണ്, ഇങ്ങനെ ആയ ശേഷം 12 വർഷമായി ഈ അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ കന്നഡയിൽ ഈ പിതന പ്രീതി സുതന കൃപ പവിത്രാത്മന അന്യോന്യത്തെ, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നുള്ളത് ഇങ്ങനെ പാടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ അമ്മ ഒരു സാധാരണക്കാരിയാണ്. ഈ അമ്മ എന്നും വീട്ടിലിരുന്ന് ഇങ്ങനെ വൈകുന്നേരം കാലിൽ ഇങ്ങനെ വല്ലാതെ വണ്ണം വെച്ചിരിക്കുന്നത് കൊണ്ട് അല്പം ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കും. ഈ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയി പൊട്ടുകയാണ്. അപ്പോൾ അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും എൻ്റെ കാലിൽ ഞാൻ എല്ലാ ദിവസവും എണ്ണ ഇടുകയാണല്ലോ, ഇതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എണ്ണയിടാം. അപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു, പിതന ഇങ്ങനെയാണ്, പിതന പ്രീതി സുതന കൃപേ പവിത്രാത്മന അന്യോന്യത്തെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. ഇത് ഈ ഒരു സാധാരണക്കാരി വീട്ടമ്മ പ്രാക്ടീസ് ചെയ്തതാണ്. ആ അമ്മയുടെ ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യവും പിക്ചറും ഇന്നലെ എൻ്റെ വാട്സാപ്പിൽ അയച്ചു തന്നു. ആ അമ്മ പഴയ പിക്ചറും പുതിയ പിക്ചറും അയക്കുകയാണ്. ഇതിനിടെ അമ്മ ഒരു ട്രീറ്റ്മെന്റിനും പോയിട്ടില്ല. അമ്മയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? സാധാരണ എൻ്റെയും നിങ്ങളുടെയും കാലെങ്ങനെയാണോ അതുപോലെ ആ കാലായി മാറി. ഹല്ലേലൂയ. അത് ആദ്യത്തെ ആ പിക്ചർ കാണുമ്പോൾ
നമുക്ക് ഈ കാലിന്റെ താഴത്തെ അവിടെ പോലും ഇങ്ങനെ വട്ടം പിടിച്ച കൈ, രണ്ട് കൈ കൊണ്ട് പിടിച്ച എത്തുകയല്ല. ആ സ്ഥിതിയിലുള്ള ആ കാല് മന്ത് പിടിച്ച് വീങ്ങിയിരുന്നതിനെ ഈ വേറൊന്നും ചെയ്തില്ല. പിതന പ്രീതി സുധന കൃപേ പവിത്രാത്മന അന്യോന്യത്തെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പറഞ്ഞോ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം. അച്ഛന്മാര് കുർബാനയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ത്രിയേക ദൈവസ്തുതിയാണ് നടത്തുന്നത്. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹല്ലേലൂയ. ത്രിയേക ദൈവസ്തുതിയാണ്. നിങ്ങൾ ആൽറ്റിൻ റൈറ്റോ, സിറോ മലബാർ റൈറ്റോ, മലങ്കര റീത്ത് റൈറ്റോ, ഏത് റൈറ്റിലെ കുർബാന നിങ്ങൾ നോക്കിക്കോ, ഇതിനകത്ത് മുഴുവൻ ത്രിയേക ദൈവസ്തുതിയാണ്. താതനും അതുപോലെ ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും. അല്ലേ? താതനുണ്ട്, ആത്മജനുണ്ട്, റൂഹായുണ്ട്. ആരാണ് താതൻ? പിതാവായ ദൈവം. ആരാണ് ആത്മജൻ? പുത്രനായ യേശു. ആരാണ് റൂഹ? പരിശുദ്ധാത്മാവ്. റൂഹ കാദീശോ. ഹല്ലേലൂയ. റൂഹ കാദീശോ ആരാണ്? പരിശുദ്ധാത്മാവ്. പാരാക്ലേത്തോസ് ആണ്. പരിശുദ്ധാത്മാവ് എന്ന സഹായകനാണ്. അപ്പൊ ആ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? സ്തുതിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വൈഷമ്യമുള്ള ഏതെങ്കിലും പ്രതിസന്ധികൾ, വൈഷമ്യമുള്ള ഏതെങ്കിലും മലകൾ നിങ്ങൾക്ക് കയറുവാൻ ബുദ്ധിമുട്ടായി ജീവിതത്തിൽ തോന്നുന്നെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞ് പരിശീലിക്കുക. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ ഞാൻ നിറയട്ടെ. ഒന്ന് കൈയുയർത്തി ഒന്ന് പറഞ്ഞ്, തലയിലേക്ക് കൈവച്ചൊന്ന് പറഞ്ഞ്, പിതാവിന്റെ സ്നേഹത്താൽ, പുത്രന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ ഞാൻ നിറയട്ടെ. എന്റെ ചുറ്റുപാട് നിറയട്ടെ, എന്റെ സാഹചര്യങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കൈ അടിച്ചുകൊണ്ട് നമുക്ക് പാടാം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം യേശുവിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the Holy Trinity. Father God, we worship you. Son Jesus, we worship you. Holy Spirit God, we worship you. Worshiping the God of Trinity. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, ത്രിയേക ദൈവമേ ആരാധന. ആരാധന, 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 ആരാധന. കരമുയർത്തി മനമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ Sandre Mono Jose Latres. Hallelujah, 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 hallelujah. ഇന്നത്തെ ദിവസത്തിന്റെ
അമിത പ്രാധാന്യത്തെ നമുക്ക് മുമ്പിൽ നമുക്ക് ധ്യാനിക്കാം. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം അടങ്ങിയ ഭൗതിക ശരീരം സ്വർഗത്തിലേക്ക് സ്വർഗാരോപണം ചെയ്ത ദിവസമായി സഭ ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15-ാം തീയതി ഇന്നേ ദിവസത്തിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ മാതാവോട് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം ഞങ്ങൾ ഓടിയൊളിക്കുന്ന ഒരു അഭയസ്ഥാനമാണെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വിശേഷാൽ കുരുക്കഴിക്കപ്പെട്ട പോലെ ആവശ്യമുള്ള പ്രശ്നങ്ങളുണ്ട് നാഥ. അതിനകത്തെല്ലാം അമ്മയുടെ വലിയൊരു പ്രാർത്ഥനയും ഇടപെടലും ഉണ്ടായി. അങ്ങനെ വലിയ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടവരുത്തേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി പുത്രനോട് അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കരം രണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നു, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലിരിക്കാം. വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായം. ഇന്ന് ഞാനിത് സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ ദിവസത്തിലാണ്, ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ഇന്ന് ലൈവായിട്ട് ഈ വചനം കേൾക്കുന്നവരുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഈ വചനം കേൾക്കുന്നവരുണ്ട്. എല്ലാവരെയും ഇന്നത്തെ ഈ വചന കേൾവിയിലേക്ക് പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു. ഇത് കൊളോസോസ് ലേഖനത്തിൽ നിന്നുള്ള ഒരു ക്ലാസ് അല്ല. ഇത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ നാം ആഴമായി വിശ്വസിക്കുകയും അത് പ്രത്യാശിക്കുകയും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതിൻ്റെ തിരിച്ചറിവുകളാണ്. ഇത് ഞാൻ ഇന്ന് പറയുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു കാര്യവും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? എനിക്ക് മുമ്പേ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനൊരു പെന്തക്കോസ്ത പാസ്റ്റർ ആയിരുന്നു. എൻ്റെ കുടുംബം എനിക്ക് വളരെ ചെറുപ്പപ്രായത്തിലെ കത്തോലിക്ക വിശ്വാസം വിട്ട് പെന്തക്കോസ്ത വിശ്വാസത്തിൽ പോയവരാണ്. ഞാൻ വളർന്നത് പെന്തക്കോസ്ത ഭവനത്തിലാണ്. ഞാൻ പഠിച്ചത് പെന്തക്കോസ്ത സെമിനാരികളിലാണ്. അപ്പോൾ എൻ്റെ വളർച്ച മുഴുവൻ പെന്തക്കോസ്ത സഭകളോട് ബന്ധപ്പെട്ടാണ്. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തിൻ്റെ പെന്തക്കോസ്ത സഭാ സമൂഹത്തിൻ്റെ പാസ്റ്ററായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചുള്ള ഒരു പ്രബോധനങ്ങളും കാണുകയോ വിശ്വസിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുകയില്ല. 6 വർഷം ദൈവശാസ്ത്രം പഠിച്ചതിനിടയിൽ ഒരു പ്രാവശ്യം പോലും മരിയോളജി അല്ലെങ്കിൽ മരിയാശാസ്ത്രം എന്ന വിഷയത്തിലേക്ക് എത്തിപ്പോലും നോക്കിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പഠന ശൃംഖലയില്ല, അല്ലെങ്കിൽ ഒരു പഠന ഭാഗമില്ല. എന്നാൽ ഇത് എന്നെ പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ്? രണ്ടാമത്തെ കാരണം ഞാൻ വേഗത്തിൽ ആവർത്തിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്നതിൻ്റെ ആധികാരികത കൂടുതൽ മനസ്സിലാക്കും. വളരെ തുറന്ന മനസ്സോടെ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചുള്ള സഭ വിശ്വസിക്കുന്ന ഡോഗ്മാസ് ഓഫ് ദി ചർച്ച് ഞാൻ പഠിക്കുവാനിട വന്നു. അത് 1-2 ദിവസത്തെ പഠനമല്ല, നീണ്ട ഒരു 6 വർഷത്തെ സ്വതന്ത്രമായ പഠനം, എങ്ങോട്ടും ചാഞ്ഞു നിൽക്കാതെ ഉള്ള പഠനം. അത് സഭാ ചരിത്രത്തിലൂടെയുള്ള പഠനം, ദൈവവചനത്തിലൂടെയുള്ള പഠനം, സഭാപിതാക്കന്മാരുടെ രേഖകളിലൂടെ ഉള്ള പഠനങ്ങൾ, ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിലൂടെയുള്ള പഠനങ്ങൾ. ഈ 6 വർഷത്തെ പഠനം എൻ്റെ ഉള്ളിൽ തന്ന വലിയ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചുള്ള കൺവിക്ഷനാണ് രണ്ടാമത് ഇത് പറയുവാൻ കാരണം. മൂന്നാമത് ഇത് പറയുവാനായിട്ട് കാരണം, വ്യക്തിപരമായി അമ്മ മാതാവോട് ചേർന്ന് സഭയിലെത്തിയ ശേഷം എൻ്റെ ഒരു വ്യക്തിപരമായ യാത്ര, കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് നടത്തിയ യാത്ര, ആ യാത്രയിൽ അമ്മ വഴിയായിട്ടുള്ള പ്രാർത്ഥനകൾ, അമ്മ വഴിയായിട്ട് അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകൾ കണ്ടെത്തിയ വലിയ ആത്മീക അനുഭവങ്ങൾ, അത് പ്രായോഗിക യാഥാർത്ഥ്യങ്ങളാണ്. ഈ 3 അറിവുകളുടെ പ്രായോഗികമായ ഇടപെടലുകളുടെ ദൈവിക വെളിപാടുകളുടെ ഈ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വായിക്കുന്ന ഭാഗം വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ്. ഇതിന് മുമ്പും എങ്ങും നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വീക്ഷണം കൊണ്ട്
വെളിപാട് പുസ്തകത്തിന്റെ എഴുത്തുകാരനായ യോഹന്നാൻ ശ്ലീഹ പത്മോസിന്റെ ഈജിയൻ കടലിടുക്കാകുന്ന പത്മോസിന്റെ ദ്വീപിൽ നിന്ന് എഴുതി തുടങ്ങുന്ന, നാട് കടത്തപ്പെട്ടതാണ്, തിളച്ച എണ്ണയ്ക്കകത്തിട്ട ശേഷം ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ക്രൂരനായ ചക്രവർത്തി ഈജിയൻ കടലിടുക്കാകുന്ന പത്മോസിലേക്ക് യോഹന്നാൻ ശ്ലീഹയെ നാട് കടത്തുന്നു. അവിടെ വെച്ച് കർത്തൃ ദിവസത്തിൽ തൻ്റെ ചുമതലയിലുള്ള 7 സഭകളെ കുറിച്ചുള്ള ചിന്താഭാരത്താൽ നിറഞ്ഞ അപ്പോസ്തലനെ തൻ്റെ 7 സഭകളിലും കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞ് തന്നോട് ഇടപെടുന്ന ആ ഇടപെടലാണ് വെളിപാട് പുസ്തകം എന്ന പേരിൽ പുതിയ നിയമത്തിന്റെ അവസാന പുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടെങ്കിൽ എടുക്കുക, കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കുക. റെവലേഷൻ ചാപ്റ്റർ 12, റെവലേഷൻ ചാപ്റ്റർ 12, വെളിപാട് പുസ്തകം 12-ാമത്തെ അധ്യായം. ഈ അധ്യായം ആരംഭിക്കുന്ന ഇങ്ങനെയാ: സ്വർഗത്തിൽ വലിയ അടയാളം കാണപ്പെട്ടു. നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം വചനം. വായിച്ചു. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെടുകയാണ്. ഇതുവരെ കാണാത്ത ഒരടയാളം. And a great sign appeared in heaven, a woman clothed with the sun. അങ്ങനെ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുക. A great sign appeared in heaven. സ്വർഗത്തിൽ യോഹന്നാൻ നോക്കി നിൽക്കുമ്പോൾ ഒരടയാളം കാണുകയാണ്. തന്റെ മുമ്പിൽ ഒരു സൈൻ തനിക്ക് ലഭിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെ നമ്മൾ വായിക്കുന്ന ഒരു പദമാണ് സൈൻ അല്ലെങ്കിൽ അടയാളം എന്നുള്ളത്. ഇതര സുവിശേഷങ്ങളിൽ, സമാന്തര സുവിശേഷമാകുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ ഈശോയുടെ അത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ അടയാളങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുക. അത് ആധികാരികമായിട്ട് നിങ്ങൾ പഠിക്കണം. സയൻസ് ആണ്, സയൻസ്. അപ്പൊ യോഹന്നാൻ ശ്ലീഹ ഏതിലോട്ടോ വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കവിടെ മനസ്സിലാകും. ഇവിടെ ഇതാ വെളിപാട് പുസ്തകത്തിൽ അടയാളമായിട്ട് കാണുകയാണ്, ഒരു പ്രത്യേക അടയാളം കാണുകയാണ്. ഗ്രേറ്റ് സൈൻ അപ്പിയർഡ് ഇൻ ഹെവൻ, എ വുമൻ ക്ലോത്ത്ഡ് വിത്ത് ദ സൺ. സ്വർഗത്തിലാണ് ഇത് കാണുന്നത്. നിങ്ങൾ ആ ചിത്രമാണ് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് വായിച്ചു തുടങ്ങിക്കോ. സ്വർഗത്തിൽ വലിയൊരടയാളം യോഹന്നാൻ. എവിടെയാ കാണുന്ന? ഒന്ന് കരമുയർത്തി പറഞ്ഞേ, സ്വർഗത്തിൽ. എല്ലാവരും ഒന്ന് കൈയുയർത്തി പറഞ്ഞേ, സ്വർഗത്തിൽ. ഈ അടയാളം കാണുന്ന എവിടെയാണ്? സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ഭൂമിയിലല്ല. കാരണം നിങ്ങൾക്കറിയാം, വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ തന്നെ യോഹന്നാൻ ശ്ലീഹയെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ 7 മുദ്രകൾ കാണിക്കുന്നു, 7 കാഹളം കാണിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ വെച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ സ്വർഗത്തിൽ വെച്ചുള്ള ഒരടയാളം, സ്വർഗത്തിലെ ഒരടയാളം കാണുകയാണ്. എവിടെയാണ് അപ്പൊ അമ്മ മാതാവിനെ നമ്മൾ കാണുന്നതെന്ന് നമ്മൾ കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് സ്വർഗാരോപണം ചെയ്യപ്പെട്ടു എന്ന് നാം വിശ്വസിക്കേണ്ടിയത് എന്നത് വചനത്തിലൂടെ പറയുകയാണ്. അതല്ലാതെ സഭാചരിത്രത്തിലെ തെളിവുകള്, അമ്മയുടെ സ്വർഗാരോപണത്തെ കല്ലറ കണ്ട് സാക്ഷീകരിച്ചത്, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അമ്മയുടെ ഭൗതിക ശരീരം അവിടെ ഇല്ല എന്ന് വ്യക്തമായ എഴുത്തുകള് ചരിത്രത്തിൽ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വചനത്തിലൂടെ അതിനെ കേൾക്കുകയാണ്. വെളിപാട് പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ ഇതാ ഒരു വലിയ സൈന്, ഒരു അടയാളം സ്വർഗത്തിൽ കാണുകയാണ്. നമുക്കൊന്നുകൂടെ ആ വചനം വായിക്കാം. സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. എന്താണ് കാണപ്പെട്ടത്? ഒരു വലിയ അടയാളം. ആ അടയാളം എന്താണെന്ന് ശ്രദ്ധിച്ചു കേട്ടോ. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, പുരുഷ മേധാവിത്വം കൊണ്ട് നിറഞ്ഞതായി കാണുന്ന സ്വർഗത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ത്രീ സാന്നിധ്യത്തെ സ്വർഗത്തിൽ കാണുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പഴയ നിയമം മുഴുവൻ വായിച്ചിട്ടുണ്ടാകാം, പുതിയ നിയമം മുഴുവൻ വായിച്ചിട്ടുണ്ടാകാം. എല്ലാ സ്ഥലങ്ങളിലും സ്വർഗത്തിൽ കാണപ്പെട്ടതും സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയുന്നതെല്ലാം പുരുഷകേസരികളുടെ, പുരുഷ പ്രജകളുടെ ഇതിവൃത്തങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ ബൈബിളിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ ബൈബിള് മുഴുവൻ ഒരു മെയിൽ ഷോവനിസം, ഒരു പുരുഷ പ്രജകളുടെ അതിപ്രസരത്തിന്റെ പുസ്തകമാണ്. അങ്ങനെയൊന്നുമല്ല. ഇതാ സ്വർഗത്തിൽ ആദ്യമായിട്ട് യോഹന്നാൻ ലിസ്റ്റ് ചെയ്യുകയാണ്. യോഹന്നാൻ സ്ലീഹയെ കാണുകയാണ്, ഒരടയാളമായിട്ട് കാണുകയാണ്. എന്താണ്? സ്വർഗത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ കാണുകയാണ്. സൂര്യനെ ഉടയാടയായി ധരിച്ച ഒരു സ്ത്രീയെ കാണുകയാണ്. അപ്പൊ ആ ചിത്രം നമ്മുടെ മുമ്പിലേക്ക്
നമുക്കൊന്ന് തെളിയട്ടെ. സൂര്യൻ ഉടയാടയായിട്ട് സൂര്യനെ വസ്ത്രം കൊണ്ട് എന്താണ് ഈ സൂര്യനെ വസ്ത്രം കൊണ്ട് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ വ്യാഖ്യാനം, സൂര്യൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പ്രഭയെ കാണിക്കുന്നു, തേജസ്സിനെ കാണിക്കുന്നു, സ്പ്ലെൻഡർ, ഗ്ലോറിയെ കാണിക്കുന്നു. മദർ മേരിയെ, പരിശുദ്ധ അമ്മയെ നമ്മൾ ഇവിടെ കാണുന്നത് ദൈവ മഹത്വത്താൽ ചുറ്റപ്പെട്ടവളായിട്ടാണ്. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊണ്ട്. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമയായി ദൈവ മഹത്വത്താൽ ചുറ്റപ്പെട്ടവളായി നമ്മൾ പരിശുദ്ധ അമ്മ മാതാവിനെ വെളിപാട് 12 കാണുകയാണ്. ഇനി അടുത്ത രംഗം എന്താണ്? സൂര്യനെ ഉടയാടയായി ധരിച്ചിരിക്കുന്നു. അവളുടെ പാദങ്ങൾക്കടിയിൽ പാദങ്ങൾക്കടിയിൽ എന്തുണ്ട്? പാദങ്ങൾക്കടിയിൽ ചന്ദ്രനുണ്ട്. അതാണ് രണ്ടാമത്തെ ചിത്രം കാണുന്നത്. സൂര്യനെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു, ചന്ദ്രനിൽ ചവിട്ടി നിൽക്കുന്നു, പാദങ്ങൾക്കടിയിൽ ചന്ദ്രനുണ്ട്. അവിടെ കൊണ്ട് ആ ചിത്രം അവസാനിക്കുന്നില്ല. ശിരസിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമുണ്ട്. എത്ര നക്ഷത്രം കൊണ്ടുള്ള കിരീടമാണ്? 12 നക്ഷത്രം. കേട്ടില്ല? എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ കൈയുയർത്തി പറഞ്ഞേ 12. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ എത്ര നക്ഷത്രം കൊണ്ടുള്ള കിരീടം ഉള്ളതെന്ന് ചോദിച്ചേ. എത്ര നന്നായിട്ട് ചോദിച്ചേ എത്ര നക്ഷത്രമാ? 12. പഴയ നിയമത്തിൽ നമുക്കൊരു 12 കാണാം, പുതിയ നിയമത്തിൽ നമുക്കൊരു 12 കാണാം. 12ന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. യാക്കോബിന് 12 മക്കൾ. ആ 12 മക്കളെയാണ് പഴയ നിയമത്തിൽ യഹൂദന്റെ 12 ഗോത്രങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയാ. പുതിയ നിയമത്തിലും 12 പേരുണ്ട്. ആ 12 പേരാണ് ഈശോയുടെ 12 ശിഷ്യന്മാർ. ആ 12ഉം ഈ 12ഉം കൂടെ കൂടുമ്പോ 24 ഉണ്ട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 24 ശ്രേഷ്ഠന്മാരെ കാണുന്നത്. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോ. പഴയ നിയമത്തിൽ യാക്കോബിന്റെ 12 മക്കൾ 12 ഗോത്രമാണ്. പുതിയ നിയമത്തിൽ ഈശോ വേർതിരിച്ച 12 ശിഷ്യന്മാരുണ്ട്. ആ 12ഉം 12ഉം കൂടി 24 ആണ്. അതാണ് വെളിപാട് പുസ്തകത്തിൽ കാണുന്ന 24 ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ. അപ്പൊ ഈ പറയുന്ന 12 നക്ഷത്രങ്ങൾ ആരാണ്? ഈ പറയുന്ന 12 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, യോർദാൻ നദി കടന്നപ്പോൾ 12 കല്ലുകൾ ചുമന്നുകൊണ്ട് വരുവാൻ ജോഷുവയുടെ നേതൃത്വത്തിൽ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുമ്പോൾ 12 കല്ലുകൾ വാഗ്ദത്ത നാട്ടിൽ നാട്ടപ്പെടുകയാണ്. ദൈവം നടത്തിയ അനുഭവങ്ങളെ ഓർത്തിട്ട്. അത് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ പുതിയ നിയമത്തിൽ ഇതാ ക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാർ 12 നക്ഷത്രങ്ങളായി നിൽക്കുകയാണ്. നക്ഷത്രങ്ങൾ ശുശ്രൂഷകരാണോ? ആണെന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത്. 7 നക്ഷത്രം വലങ്കയ്യിൽ പിടിച്ച് ഏറെ രാജമുടികൾ ധരിച്ചാണ് ഈശോയെ വെളിപാട് 1 നമ്മൾ കാണുന്നത്. അപ്പൊ ഈ നക്ഷത്രം എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. നക്ഷത്രം എന്താണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ നക്ഷത്രം സഭയുടെ ശുശ്രൂഷകരാണ്. അവരെ കർത്താവ് പിടിച്ചിരിക്കുന്നത് ഉള്ളംകൈയിലാണ്. നിലവിളക്ക് സഭയാണ്. നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് നടക്കുന്നത് മഹാപുരോഹിതനായ ഈശോയാണ്. കൈയടിച്ചൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നക്ഷത്രം ആരാണ്? നക്ഷത്രം ശുശ്രൂഷകരാണ്. നക്ഷത്രം ഇപ്പൊ എവിടെയായിരിക്കുന്നത്? നക്ഷത്രം അമ്മയുടെ ശിരസിൽ വെച്ചിരിക്കുന്ന കിരീടത്തിലാണ് ഇരിക്കുന്നത്. ആരോട് ചേർന്നാണ് നക്ഷത്രം ഇരിക്കുന്നത്? 12 ശിഷ്യന്മാരോട് ചേർന്നാണ് നക്ഷത്രം ഇരിക്കുന്നത്. 12 ശിഷ്യന്മാരോട് ചേർന്നാണ് കിരീടം ഇരിക്കുന്നത്. 12 നക്ഷത്രമുള്ളത് കിരീടത്തിലാണ്. ഈ ചിത്രം നമ്മൾ എവിടെയാണ് കാണുന്നത്? പെന്തക്കോസ്തി നാളിലാണ് കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ എത്ര പേര് കൂടി വന്നിട്ടുണ്ട്? അവിടെ 120 പേര് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ അവരിൽ അകത്തളത്തിലുള്ള എത്ര പേരുണ്ട്? 12 പേരാണുള്ളത്, 11 അല്ല. അപ്പൊ നിങ്ങൾ പറയും യൂദാസ് തൂങ്ങിച്ചത്തില്ലേ, യൂദാസ് മരിച്ചു പോയില്ലേ? യൂദ പോയിടത്തേക്ക് മത്തിയാസ് വന്ന് കോറം തികച്ചു 12. ഹല്ലേലൂയ. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്ത്. അപ്പൊ ഇത് നോക്കിയ ആ ചിത്രം ഒന്ന് കണ്ട്. 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള
ഒരു കിരീടം അമ്മയുടെ ശിരസിലിരിക്കുകയാണ്. എന്താണ് ഈ കാണിക്കുന്നത്? പെന്തക്കോസ്തി നാളിൽ ശിഷ്യന്മാരടങ്ങുന്ന സമൂഹം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അമ്മ മാതാവിനോട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ തലയിലെ കിരീടത്തിലാണ് 12 നക്ഷത്രങ്ങളുള്ളത്. 12 നക്ഷത്രങ്ങൾ സഭയുടെ 12 അപ്പോസ്തലന്മാരാണെങ്കിൽ അവ ഇരിക്കുന്നത് കിരീടത്തിലാണ്. അവയെ കിരീടത്തിലാണ് വെച്ചിരിക്കുന്നത്. അവ ഇരിക്കുന്ന കിരീടം ഇരിക്കുന്നത് അമ്മയുടെ ശിരസിലാണ്. ഹല്ലേലൂയ. കൈ ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അമ്മ സ്വർഗാരോപണം ചെയ്യപ്പെട്ടു എന്ന് സഭ വിശ്വസിക്കുന്നതിന് എന്താണ് ബൈബിൾ അടിസ്ഥാനം? ബൈബിൾ അടിസ്ഥാനം ഇതാണ്. വെളിപാട് 12 യോഹന്നാൻ ശ്ലീഹ അമ്മയെ കാണുന്നത് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അമ്മയുടെ ശരീരം വ്യക്തമായി കാണുന്നു, തല കാണുന്നു. ആത്മരൂപിയായ അമ്മ അവിടെ ചലിക്കുകയല്ല. അമ്മയുടെ ശരീരം വ്യക്തമായി കാണാം. തലയുണ്ട്, തലയിൽ കിരീടമുണ്ട്, ശരീരമുണ്ട്, ശരീരത്തെ ഉടയാടയായി ധരിച്ചിട്ടുണ്ട്. കാലുണ്ട്, കാലിൽ ചവിട്ടി നിൽക്കുന്നത് ചന്ദ്രന്റെ മേളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ശരീരത്തോടെ അമ്മയെ സ്വർഗാരോപണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്? ശരീരത്തോടെയാണ് അമ്മയെ സ്വർഗത്തിൽ കണ്ടത്. ആര് കണ്ടത്? യോഹന്നാൻ ശ്ലീഹ കണ്ടത്. ഹല്ലേലൂയ. അമ്മേ മാതാവേ എനിക്ക് വേണ്ടി അപേക്ഷിക്കും. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞു, അമ്മേ മാതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ ഓഗസ്റ്റ് 15 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ വചനം കേൾക്കുന്ന ദിവസത്തിൽ, ഈ ആഴ്ചയിൽ തന്നെ ഇതൊരു വലിയ വചനത്തിന്റെ വലിയ ശക്തി. 2 കൈ ഉയർത്തിയോട് ചേർന്ന് അമ്മേ മാതാവേ എന്നൊന്ന് വിളിച്ചേ. എന്റെ അമ്മേ മാതാവേ, അമ്മേ മാതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം കാണുകയാണ് വ്യക്തമായി 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടധാരിയായി അമ്മയെ നമ്മൾ കാണുകയാണ്. എവിടെയാ കാണുന്നത്? മറക്കരുത്, സ്വർഗത്തിൽ. സ്വർഗത്തിലെത്താതെ എങ്ങനെയാ സ്വർഗത്തിൽ കാണുന്നത്? സ്വർഗത്തിലില്ലാത്തൊരു കാര്യം എങ്ങനെയാണ് സ്വർഗത്തിൽ കാണുന്നത്? ഡിവൈനിൽ ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് ഡിവൈനിൽ കാണുന്നത്? ഡിവൈനി വന്ന് നിങ്ങൾ എന്നെ കാണുന്നു, ഡിവൈനി വന്ന് നിങ്ങൾ പനക്കലച്ചനെ കാണുന്നു. പനക്കലച്ചൻ ഡിവൈനിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് പനക്കലച്ചനെ നിങ്ങൾ ഡിവൈനിൽ കാണുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ ഇല്ലെങ്കിൽ, പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൽ കാണുന്നത്? അയ്യോ, അത് പരിശുദ്ധ അമ്മയല്ല, അത് വേറെ ഏതോ സ്ത്രീയാണെന്ന് പറഞ്ഞു പോകാൻ ശ്രമിച്ചാൽ വേറെ ഏത് സ്ത്രീക്കാ പൊന്നെ സ്വർഗത്തിൽ കയറാൻ അവകാശമുള്ളത്? ഹല്ലേലൂയ. വേറെ ഏത് സ്ത്രീക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തത്? ആ സമയത്ത് നോക്കൂ ആ വചനഭാഗം. നിങ്ങൾ സാറായിയെ കണ്ടിട്ടുണ്ട്, ഹാഗാറിനെ കണ്ടിട്ടുണ്ട്, രാഹാബിനെ കണ്ടിട്ടുണ്ട്, ലേയെ കണ്ടിട്ടുണ്ട്, റാഹേലിനെ കണ്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ പേരെടുത്ത് പറയുന്ന അനേക സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. 5 മറിയമാരെ നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണാം. 5 മറിയമാരെ നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണാം. എന്നാൽ ഹല്ലേലൂയ, ഈ സ്ത്രീകളെ ഒന്നും ഹല്ലേലൂയ സാറായെ സ്വർഗത്തിൽ കണ്ടതായിട്ട് വചനത്തിൽ എഴുതിയിട്ടില്ല. റാഹേലിനെ സ്വർഗത്തിൽ കണ്ടതായിട്ട് വചനത്തിൽ എഴുതിയിട്ടില്ല. സംശയലേശമന്യേ സ്വർഗത്തിൽ ഒരു അടയാളം കാണുന്നു. ആ അടയാളം ഇതാണ്: സൂര്യനെ ഉടയാടയായി ധരിച്ച് ചന്ദ്രനിൽ പാദമുറപ്പിച്ചവളായി 12 നക്ഷത്രങ്ങൾക്കുള്ള കിരീടം വെച്ചവളായി. കിരീടം വെച്ചവൾ എന്ന് പറഞ്ഞാൽ ജയിച്ചവളെന്നാണ്. കൈയടിച്ചെന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. തോറ്റവന്റെ തലയിൽ നിന്ന് കിരീടം എടുത്തു മാറ്റുക ചെയ്യുന്നേ. തോറ്റവന്റെ തലയിൽ നിന്ന് കിരീടം എടുത്തു മാറ്റുമ്പോൾ ജയിച്ചവന്റെ തലയിലാണ് കിരീടം വെക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ മാത്രം 9 സ്ഥലത്ത് എഴുതിയിരിക്കുക, ജയിക്കുന്നവന് ഞാൻ കിരീടം കൊടുക്കും. എന്താ കൊടുക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ കിരീടം കൊടുക്കും. അപ്പൊ അമ്മയുടെ തലയിൽ നമ്മൾ എന്താ കാണുന്നത്? എന്താ കാണുന്നത്? കിരീടമാണ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അമ്മ സകലത്തെയും ജയിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക്, പരിശുദ്ധ ദൈവപുത്രന്റെ അടുക്കലേക്ക് സ്വർഗാരോപണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൈ ഉയർത്തി ഒന്ന് പറഞ്ഞ് യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇനി ഇത് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്? അവൾ ഇതാ ഒരു മകനെ പ്രസവിക്കുകയാണ്. 2-ാമത്തെ വചനം ഒന്ന് വായിച്ചു. വെളിപാട് 12:2 നോക്കണം. വചനം എങ്ങനെയാണ്? വെളിപാട് 12:2. വെളിപാട് 12:2. അവൾ ഗർഭിണിയായിരുന്നു. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവവേദന കൊണ്ട് അവൾ നിലവിളിക്കുകയാണ്. പ്രസവ ക്ലേശത്താൽ അവൾ നിറയുകയാണ്.
അടുത്ത വാക്കാണ് ശ്രദ്ധിക്കണ്ടേ. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടെ കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. സ്ത്രീയും സർപ്പവും, ഇത് രണ്ടും വലിയൊരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. സ്ത്രീയും സർപ്പവും. ഹല്ലേലൂയ. സർപ്പവും സ്ത്രീയും. ഹല്ലേലൂയ. ഇത് ആദ്യം നമ്മൾ കാണുന്ന എവിടെയാണെന്നറിയാമോ? ഏദനിൽ ഹവ്വ എന്ന ആദ്യ സ്ത്രീയുടെ അടുക്കൽ ഇഴഞ്ഞു വന്നത് ആരാണ്? സർപ്പം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യ പുസ്തകമായി ഉൽപ്പത്തിയിൽ കണ്ട സർപ്പത്തെയും സ്ത്രീയെയും പിന്നീട് നമ്മൾ കാണുന്ന എവിടെയാ? വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് സ്ത്രീകളോടെല്ലാം, പ്രത്യേകിച്ച് ആദ്യ സ്ത്രീയെ തകർത്ത സർപ്പത്തിന് ഈ അവസാനത്തെ സ്ത്രീയെ തകർക്കാനുള്ള പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 3:15 പ്രോട്ടോ ഇവാങ്കലിയോൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ സുവിശേഷം ഒന്ന് രാജേട്ടൻ ഒന്ന് വായിക്കും വേണമെങ്കിൽ. ഉൽപ്പത്തി പുസ്തകമാണ്, ആദ്യത്തെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തില് ഈ വചനം ഒന്ന് കേട്ടോണേ നിങ്ങളെ. ഇത് ദൈവത്തിന്റെ ആത്മാവ്. നീയും സ്ത്രീയും തമ്മിലും, കണ്ടോ? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും. നീയും സ്ത്രീയും തമ്മിലും, സർപ്പത്തോട് പറയാണ്, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അടുത്ത കേട്ടോ. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ഇതാണ് കുരിശിൽ സംഭവിച്ചത്. കുരിശിൽ പിശാച് ഈശോയുടെ കുതികാലിൽ പരിക്കേൽപ്പിച്ചപ്പോൾ ഈശോ ഇതാ സർപ്പത്തിന്റെ തല തകർത്തിരിക്കുന്നു. കൈയടിച്ചോ, ഈശോയ്ക്ക് ആരാധന കൊടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഒന്ന് അടിവരയിട്ടൊന്ന് വായിച്ചേ. നീയും സ്ത്രീയും, നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ എന്തുണ്ടാകും? ശത്രുതയെ ഞാൻ ഒന്നുകൂടെ വായിച്ചു. 3:15 നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ നീയും സ്ത്രീയും തമ്മിൽ എപ്പോഴും ഒരു ശത്രുത ഉണ്ടാകും. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതിയും സർപ്പത്തിന്റെ സന്തതിയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകും. ആ യുദ്ധമാണ് നമ്മൾ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ തുടങ്ങിയ യുദ്ധം ഇതാ എവിടെ കാണുകയാണ് ഇപ്പോൾ? വെളിപാട് 12 ആരെ കാണുകയാണ്? വേഗം ഓടിവാ, വെളിപാട് 12 ഓടിവാ. അഗ്നിമയനായ ഒരു സർപ്പം. ആദ്യം കാണുന്നത് എന്താണ്? സൂര്യനെ ഉടയാടയായി ധരിച്ച ഒരു സ്ത്രീ. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? അഗ്നിമയനായ ഒരു സർപ്പം. സ്ത്രീയും സർപ്പവും കൂടെ ചേർന്ന് വരികയാണ്. എന്നാൽ ഈ സ്ത്രീ എന്തിന് ജന്മം കൊടുക്കുന്നു? അതോടെ പെട്ടെന്ന് വായിച്ചോ. ഇരുമ്പുകോൽ കൊണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വചനം. വേഗം വായിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് 12:4. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ. അതിന്റെ വാൽ ആകാശത്തിലെ സർപ്പത്തിന്റെ കാര്യം പറയുകയാണ്. സർപ്പത്തിന്റെ കാര്യം പറയുമ്പോൾ പറയുകയാണ് അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അപ്പൊ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി സർപ്പം കാത്തിരിപ്പുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ആരാണ് സ്ത്രീ? ഈ സ്ത്രീ പ്രസവിക്കുന്ന ഒരാൺകുട്ടിയാണ്. ആ ആൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം ഒന്ന് കേട്ടോ. അടുത്തോട് വായിച്ചോ. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആരാണ് ആൺകുട്ടി? സകല ജനപദങ്ങളുടെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. കൈയുയർത്തി എന്ന് പറഞ്ഞ് സകല ജനപദങ്ങളെയും എല്ലാരും പറഞ്ഞ് സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ ചോദ്യം, ഇങ്ങോട്ട് നോക്കണ്ട. സകല ജനപദങ്ങളെയും ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കാൻ പോകുന്നവൻ ആരാണത്? അങ്ങനെ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈയുയർത്തി പറഞ്ഞേ. അതാരാത്? യേശുക്രിസ്തു ആണെങ്കിൽ ആ യേശുക്രിസ്തുവിന് ജന്മം കൊടുത്തത് ആരാ? അപ്പോ ആ സ്ത്രീ ആരാ? സ്വർഗത്തിൽ കാണപ്പെട്ട സ്ത്രീ ആരാ? പരിശുദ്ധ അമ്മയാണ്. ആ അമ്മ ഇപ്പൊ എവിടെയാ കാണുന്നേ?
സ്വർഗത്തിലാ കാണുന്നത്. ഇതിനപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വസിക്കാൻ പെന്തിക്കോസുകാരനായി എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ നിങ്ങൾക്ക്? ഇരുമ്പുകോൽ കൊണ്ട് സകല ജനപദങ്ങളെയും നയിക്കുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ പ്രസവിച്ചത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയെ വെളിപാട് 12 കാണുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ വിശേഷമായ ഒരു അടയാളമായി അവൾ നിൽക്കുകയാണ്. കിരീടധാരിയായി അവൾ നിൽക്കുകയാണ്. അവൾ സ്വർഗത്തിന്റെ രാജ്ഞിയാണ്. കൈയടിച്ച ഈശോയ്ക്ക് ആരാധന കൊടുത്തു. ഇത് എവിടെ നിന്നുള്ള പ്രവചനമാ? ഇത് സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നാണ്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം നോക്കൂ. സങ്കീർത്തനം 2:9. ഇരുമ്പ് ദണ്ട് കൊണ്ട് നീ അവരെ തകർക്കും. ഞാൻ ഇത്രയും പെട്ടെന്ന് രാജേട്ടൻ ഇത് എടുക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ വായിക്കാം. ഇരുമ്പ് ദണ്ട് കൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. വെളിപാട് 2:27 കൂടെ വായിച്ചോ. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുക. സങ്കീർത്തനം 2:9 എന്നാ പറഞ്ഞേ? സങ്കീർത്തനം 2:9 പറയുക, ഇരുമ്പ് ദണ്ട് കൊണ്ട് ജനപദികളെ നയിക്കുന്ന ഒരുവൻ വരും. പ്രവചനമായിട്ട് കിടക്കുകയാണ്. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോയുടെ ജനനത്തിൽ നടന്നത്. ഈ ഈശോയുടെ അപ്പിയറൻസ് നമ്മൾ കാണുകയാണ്. വെളിപാട് 2-ാം അധ്യായത്തിന്റെ 2:27 വായിച്ചോ. ഇരുമ്പ് ദണ്ട് കൊണ്ട് He will rule them with an iron slapper. അവൻ അവരെ മേയ്ക്കും. ഇരുമ്പ് തണ്ടുകൊണ്ട് അവൻ അവരെ മേയ്ക്കും. മൺപാത്രം പോലെ അവരെ തകർക്കും. കണ്ടോ? വെളിപാട് 12:6 നമ്മൾ കണ്ടു. ഇരുമ്പ് കോൽ കൊണ്ട് ജനപദകളെ നയിക്കുന്ന ഒരുവനെ കുറിച്ച് സങ്കീർത്തനം 2-ൽ നമ്മൾ കണ്ടു. 2:9 നമ്മൾ കണ്ടു. അയൺ റോഡ് കൊണ്ട് ഒരുത്തൻ നയിക്കാൻ പോകുകയാണ്. യേശുവിന്റെ വെളിപാട് വിശദീകരിക്കുമ്പോൾ ഈശോയെ കാണിക്കുകയാണ്. എവിടെയാണ്? വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്. വെളിപാട് 2:27 ഇരുമ്പ് കോൽ കൊണ്ട് അവൻ സകല ജനപദങ്ങളെയും നയിക്കുക. അപ്പൊ ആൺകുട്ടി ആരാണ്? ഉറക്കെ പറഞ്ഞേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കൈ ഉയർത്തി പറഞ്ഞേ. നമ്മുടെ കർത്താവ് ഈശോയെ എന്നൊന്ന് വിളിച്ചേ. ഈശോയെ, എന്റെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഓഗസ്റ്റ് 15-ാം തീയതി ഇന്നിവിടെ കേൾക്കുന്ന വചനത്തിന്റെ ശക്തിയാൽ അഴിയാത്ത പല കുരുക്കുകളും പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയാൽ ഇന്ന് പകൽ അഴിയുന്ന സാക്ഷ്യങ്ങൾ വരാൻ പോവാ. കൈയടിച്ചാർത്ത് വിളിച്ച കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവേ, അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, മറന്നു കളയരുത്. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. സ്ത്രീയെ കാണുന്നു, സർപ്പത്തെ കാണുന്നു, സ്ത്രീയെ കാണുന്നു. സർപ്പം സ്ത്രീയെ ഉപദ്രവിക്കുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഇതിനപ്പുറത്ത് ബൈബിള് വിശ്വസിക്കുന്ന ഒരാൾക്കും അമ്മ മാതാവിന്റെ സ്വർഗാരോപണം വിശ്വസിക്കാൻ വേറെ ഒരടിസ്ഥാനവും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നോക്കണേ. എന്തുകൊണ്ടാണ് സഭ പരിശുദ്ധ അമ്മ മാതാവിൻ്റെത് സ്വർഗാരോപണം എന്ന് പറയുന്നത്? അതോടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈശോയുടെ സ്വർഗാരോഹണമാണ്, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമാണ്. ഒന്ന് അസെൻഷനാണ്, മറ്റൊന്ന് അസംഷനാണ്. ഹല്ലേലൂയ. സ്വർഗാരോപണവും ഉണ്ട്, സ്വർഗാരോഹണവും ഉണ്ട്. ഒന്ന് ഹായും മറ്റേത് പായുമാണ്. സ്വർഗാരോപണം, സ്വർഗാരോഹണം. ഓക്കെ, സ്വർഗാരോഹണം. അസെൻഷൻ ഉണ്ട്, അസെൻഷനായി പറയുന്നത്. അസെൻഷനും ഉണ്ട്, അസംഷനും ഉണ്ട്. ഒന്ന് സിയിൽ പോകുന്നു, മറ്റേത് എസ്സിൽ പോകുന്നു. അസംഷൻ ഉണ്ട്, അസെൻഷൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്നാ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം എന്ന് ആരും പറയുകയല്ല. അപ്പൊ അവിടെ അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്നറിയോ? സ്വർഗാരോഹണം എന്ന് പറയാതെ സ്വർഗാരോപണം എന്ന് പറയുന്നതിനകത്ത് മലയാളത്തിൽ വ്യത്യാസമൊന്നും നമുക്ക് തോന്നുകയല്ല. പക്ഷെ അതിന്റെ ഒറിജിനൽ ഗ്രീക്ക്
ഗ്രീക്ക് ടെക്സ്റ്റിൽ ഭയങ്കര വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ഒരുവൻ തൻ്റെ സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നെങ്കിൽ ആ സംവഹിക്കപ്പെടുന്നതിനെ സ്വർഗാരോഹണം എന്ന് പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ, ദൈവം ശക്തി കൊടുത്ത്, ദൈവം അല്ലാതെ ദൈവം ശക്തി കൊടുത്ത് ഒരാളെ സ്വർഗത്തിലേക്ക് എടുത്തോണ്ട് പോകുന്നതിനെ സ്വർഗാരോഹണം എന്ന് പറയുന്നു. ഒരാൾ പോകുന്നു, മറ്റേയാളെ സംവഹിച്ചു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒരാള് സ്വന്തം ശക്തിയാല് സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ ഈശോയെ ആരും സംവഹിച്ചുകൊണ്ട് പോയതല്ല, അവർ നോക്കി നിൽക്കെ അവൻ അവരുടെ നടുവിൽ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ പരിശുദ്ധ അമ്മയെയോ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോയി, അവളെ എടുത്തുകൊണ്ടുപോയി. കൈയടിച്ച് നീശയ്ക്ക് ആരാധന കൊടുത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനൊക്കെ ദൈവം ചെയ്യുവോ? അങ്ങനെ മനുഷ്യരെ സ്വർഗത്തിലേക്ക് എടുത്തോണ്ട് പോകുമോ? അയ്യോ, ഇത് ബൈബിൾ അറിയാത്തോണ്ട് പറയുന്നതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടെ നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, പേര് ആനോക്കെന്നാണ്. ആനോക്കപ്പച്ചൻ ദൈവത്തോട് കൂടെ നടന്നിട്ട് ഇങ്ങനെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുത്തോണ്ട് പോയി. ഹല്ലേലൂയ. അഗ്നിമയങ്ങളായ അശ്വങ്ങളും മേഘങ്ങളുമായി ഏലിയായെ സ്വർഗത്തിലേക്ക് സംവഹിക്കുവാനായി അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗാരോപണം ഏലിയായിക്ക് നടക്കുമ്പോ ഏലിയായുടെ താഴെ നിന്ന് എലീശ ചോദിച്ചു, അയ്യോ എൻ്റെ ഗുരുവെ, എൻ്റെ പ്രിയപ്പെട്ടവനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോ ഇതാ ഒരു പുതപ്പിട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പുതപ്പ് കൊടുപ്പും, ഇങ്ങോട്ട് നോക്കി, പുതപ്പ് കൊടുപ്പും സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നത് ഒന്നും പുതിയ കാര്യമല്ല വചനത്തിന്റെ ദൃഷ്ടാന്തത്തിൽ എന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. പുതപ്പ് കൊടുക്കുന്നു, അങ്കി കൊടുക്കുന്നത്, നീല അങ്കി കൊടുക്കുന്ന ഒന്നും പുതിയ കാര്യമല്ല. ഹല്ലേലൂയ. ഏലീശ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് സ്വർഗാരോപണം ചെയ്യപ്പെടുക, സംവഹിക്കപ്പെടുക, കൊണ്ടുപോകുവാണ്. അവിടുന്ന് വന്നു അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും. ഹല്ലേലൂയ. കാറ്റടിച്ചെന്ന് പറഞ്ഞ പോലെ ഏലീശ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവത്തോട് കൂടെ നടന്ന ആനോക്കിനെ എടുത്തോണ്ട് പോയെങ്കിൽ, ദൈവത്തിന്റെ പ്രവാചകനെ കൊണ്ടുപോയെങ്കിൽ, ദൈവപുത്രനെ വഹിച്ചവളെ ഇവിടെ ഇട്ടേക്കുവോ? അറിയാവുന്നവരുണ്ട് എന്ന് കൈയടിച്ച് പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നുകൂടെ അത് വ്യക്തമായിട്ട് പറയണം. എന്തുകൊണ്ട് സ്വർഗാരോപണം ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് അസെൻഷനാ, മറ്റൊന്ന് അസംഷനാണ്. അസെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഒന്ന് സ്വയശക്തിയാൽ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതും, മറ്റൊന്ന് ദൈവശക്തിയാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതുമാണ്, സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നതുമാണ്. നോഹിന് ഏലി, അതുപോലെ ഹാനോക്കിന്, ഏലിയായിക്ക്, മോസസിനും ഒക്കെ സംഭവിച്ചത് സ്വർഗാരോപണങ്ങളാണ്. ഹല്ലേലൂയ. അത് തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ മനസ്സിലാക്കുക, സ്വർഗാരോഹണം അതൊന്നേ നടന്നിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെതാണ്. അവൻ നോക്കി നിൽക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് അവൻ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. കൈയടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുത്തു. ഇന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, ഒന്ന് വിളിച്ച് എൻ്റെ അമ്മ, എൻ്റെ ആശ്രയം. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് രണ്ട് കൈ ഉയർത്തി ഒന്ന് വിളിച്ചേ. എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, ഒന്ന് വിളിച്ചേ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ അമ്മയുടെ പ്രാർത്ഥനയാൽ ആയിരക്കണക്കിന് വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുവെന്ന് വിശ്വസിച്ചുറച്ച് കൈ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഇടപെടുന്നുണ്ട്. കാനായിലെ കല്യാണ നാട്ടിൽ ആ വീട്ടിലെ വിഷയത്തിനകത്ത് ഇടപെട്ടതുപോലെ നിന്റെ വീട്ടിലെ പ്രശ്നത്തിനകത്ത് അമ്മ ഇന്ന് ഇടപെടുന്നുണ്ട്. പുത്രനോട് നിനക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. സംശയിക്കണ്ട, ഉറപ്പോടെ വിളിച്ചു, എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. അമ്മേ, എന്റെ ആശ്രയമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ, എന്റെ ആശ്രയമേ. എന്നോട് പറഞ്ഞു, അമ്മേ, എന്റെ ആശ്രയമേ. അമ്മേ, എന്റെ ആശ്രയമേ. കൈ ഉയർത്തി പറഞ്ഞു, അമ്മേ, എന്റെ ആശ്രയമേ. അമ്മേ, എന്റെ ആശ്രയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കൂ. സംസ്ഥാനങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേൾക്കാതിരിക്കരുത്. എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രാധാന്യം ഇന്നത്തെ ദിവസം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസം സഭ നൂറ്റാണ്ടുകളായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. വചനത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. അല്ല, അമ്മ സ്വർഗാരോപണം ചെയ്യപ്പെട്ടെങ്കിൽ അമ്മ സ്വർഗാരോപണം ചെയ്തെന്ന് എന്തുകൊണ്ടാ ബൈബിളിൽ എഴുതാഞ്ഞേ? അതാണ് അടുത്ത ചോദ്യം. എന്തെല്ലാം കാര്യങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയുടെ സ്വർഗാരോപണം സംബന്ധിച്ചുള്ള വാക്യങ്ങൾ എന്നാ ബൈബിളിൽ കാണാത്തതെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, AD 70 യെരുശലേം ദേവാലയം തകരപ്പെടുന്നത്. അവരുടെ ഒരൊറ്റ ദേവാലയം ഉണ്ടായിരുന്നു. ദേവാലയം തകരപ്പെടുന്ന വിവരം പോലും എവിടെ എഴുതിയിട്ടില്ല, ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ അമ്മ മാതാവിന്റെ സ്വർഗാരോപണം എന്നല്ല, അപ്പോസ്തലന്മാരുടെ മരണവിവരം പോലും രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിളിൽ. AD 69 നീറോയുടെ കരത്താൽ പൗലോസ്ലീഹ കൊല്ലപ്പെടുകയാണ്. ആ കാര്യം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അതിന് മുമ്പേ ബൈബിളിലെ പുസ്തകങ്ങളെല്ലാം, ബൈബിളിലേതായി സഭ അംഗീകരിക്കുന്ന പുസ്തകങ്ങളെല്ലാം എഴുതപ്പെട്ടും പൂർത്തീകരിക്കപ്പെട്ടും കഴിഞ്ഞു. ഹല്ലേലൂയ. വചനത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 1947 സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിന്റെ ആഘോഷമാണ് ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയുകയാണ്, 1946 എഴുതിയ രേഖയ്ക്കകത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെയും സ്വാതന്ത്ര്യം കിട്ടിയതിന്റെയും വിവരം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ? 46 എഴുതിയതിൻ്റെ അകത്ത് കാണുകയല്ല. കാരണം 47 സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൻ്റെ ആഘോഷമാണ് ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷമായിട്ട് ലോകം മുഴുവൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തെ ഇന്ത്യക്കാർ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കി, അപ്പൊ ഇത് ബൈബിളിൽ ഇതിൽ സ്പഷ്ടമായിട്ട് എന്താണ് വേണ്ടിയത്? അമ്മയെ നാം കാണുന്നത് സ്വർഗത്തിലാണ്. അമ്മയെ നാം കാണുന്നത് സ്വർഗത്തിന്റെ രാജ്ഞിയായിട്ടാണ്. അമ്മയെ നാം കാണുന്നത് 12 നക്ഷത്രങ്ങളുള്ള കിരീടം വെച്ചവളായിട്ടാണ്. അമ്മയെ നാം കാണുന്നത് സ്ത്രീക്ക് ശത്രുത ഉള്ള സർപ്പത്തോട് ചേർന്നാണ്. അമ്മയെ നാം കാണുന്നത് ഇരുമ്പ് കോൽ കൊണ്ട് ജനപതിയെ നയിക്കുന്ന ആൺകുട്ടിയെ പ്രസവിക്കുന്നവളായിട്ടാണ്. അമ്മയെ നാം കാണുന്നത് അമ്മ പ്രസവിച്ച ആൺകുട്ടി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദൈവപുത്രനായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ സഹിച്ച സഹനം എന്താണ്? അമ്മ സഹിച്ച പീഡ എന്താണ്? അമ്മയുടെ പുത്രൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടപ്പോൾ അമ്മ മരുഭൂമിയിലേക്ക് പ്രവാസത്തിലായി. അതാണ് നമ്മൾ വായിക്കുന്നത്. നോക്കി, അമ്മയുടെ സഹനമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിലൊന്ന് പറഞ്ഞു ഹല്ലേലൂയ. വെളിപാട് 12 എടുക്കുക. പെട്ടെന്ന് വായിച്ചു. 6 മുതലുള്ള വാക്യങ്ങളാ. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയാണ്. പ്രിയ ശിഷ്യനായ യോഹന്നാനെയാണ് ആ സ്ത്രീയെ ഏൽപ്പിച്ചത് കുരിശിന്റെ ചോട്ടിൽ നിന്ന്. പക്ഷെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ പിന്നീട് കടന്നുപോയ കഥകൾ നമുക്കറിയാം. തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെയും നീറോ ചക്രവർത്തിയുടെയും കാലഘട്ടത്തിൽ വീഴ്ത്തപ്പെടുന്ന പ്രിയ ശിഷ്യന്റെ അവസ്ഥ അതായിരുന്നെങ്കിൽ, പ്രിയ ശിഷ്യൻ ഏൽപ്പിക്കപ്പെട്ട അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മയുടെ ഈ സഹനം എന്ന് തുടങ്ങിയതാ. സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുമായി മാലാഖ ഇറങ്ങി വന്ന് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് അരുളപ്പാട് കിട്ടി അന്ന് തുടങ്ങിയതാണ് ഉറക്കമില്ലാത്ത രാത്രികൾ. മാനസികമായ ശാരീരികമായ വ്യഥകൾ, പീഡകൾ, വേദനകൾ. നിറവയറുമായി നിറഗർഭിണിയായി അന്യനാട്ടിലേക്ക് പലായനം ചെയ്യപ്പെട്ടേണ്ടി വരുന്ന അവസ്ഥ. അവിടുന്ന് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടിയ അവസ്ഥ. ഈജിപ്തിൽ നിന്ന് തിരികെ ജെറുസലേം ദേവാലയത്തിൽ ചോരക്കുഞ്ഞുമായി പരിച്ഛേദന കഴിക്കുവാൻ വരുന്ന അവസ്ഥ. അവിടെ മുതൽ നമ്മൾ കാണുന്നത്
12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് ദൈവപുത്രനെ നഷ്ടപ്പെടുന്ന അമ്മയുടെ വ്യഥ മുതൽ പിന്നീട് നമ്മൾ കാണുന്നത് സ്വന്തം കൺമുമ്പിൽ അർത്ഥനഗ്നനായി സ്വന്തം മകൻ ശരീരമാസകലം മുറിവേറ്റവനായി ആണിപ്പഴുതേറ്റ പാടുകളായി കിടക്കുന്നത് മുഴുവൻ മൂകസാക്ഷിയായി കുരിശിന്റെ ചോട്ടിൽ നിന്ന് കണ്ട അമ്മ. നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ മകന്റെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടാൽ നിങ്ങൾക്ക് എത്ര വേദനയാണ്. അവനൊന്ന് വീണാൽ നിങ്ങൾ ഓടിച്ചെന്നവനെ എടുക്കില്ലേ? അവന്റെ വേദന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എന്നാൽ ഒന്ന് നോക്ക്, കുരിശിന്റെ ചോട്ടിൽ ശിഷ്യന്മാർ അകന്നു നിന്നപ്പോൾ മൂകസാക്ഷിയായി കുരിശിന്റെ സാക്ഷിയായി നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിയുടെ പേര് പരിശുദ്ധ അമ്മ എന്നാണ്. അമ്മേ, എന്റെ ആശ്രയമേ, കൈ ഉയർത്തി പിടിച്ചോ. ഹല്ലേലൂയ. നിങ്ങളുടെ മകൾക്കോ മകനോ സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ ദൈവത്തെ വിളിക്കാൻ നിങ്ങളെ കാണുമോ? എന്നാൽ നോക്കൂ, തന്റെ മകൻ തന്റെ മുമ്പിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി മാളിക മുറിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ നേതൃത്വം വഹിച്ചത് ഈ അമ്മയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ഈ അമ്മയുടെ ഉള്ളത്തിലുണ്ടായിരുന്ന സഹനത്തെക്കുറിച്ചുള്ള വീക്ഷണം. അവൾ ഓടിപ്പോകുകയാണ് മരുഭൂമിയിലേക്ക്. അവിടെ പ്രത്യേക ദൈവിക പരിപാലനം അവൾക്ക് അനുഭവിക്കാൻ പറ്റുകയാണ്. പക്ഷേ ഈ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തിയിട്ട് ഒടുവിൽ നാം അമ്മയെ കാണുന്നത് മഹത്വപൂർണയായിട്ടാണ്. സ്ത്രീയും സർപ്പവുമായുള്ള യുദ്ധം നമ്മൾ കാണുന്നു. പ്രസവവേദനയെടുത്ത് പ്രസവിക്കുന്ന സ്ത്രീ, ആ ഇരുമ്പുതോൽ കൊണ്ട് സകല ജനപദങ്ങളെയും നയിക്കുന്ന ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീയെ നമ്മൾ കാണുന്നു. സർപ്പവും സ്ത്രീയുമായിട്ടുള്ള യുദ്ധം നമ്മൾ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാം മഹത്വപൂർണയായി പരിശുദ്ധ അമ്മയെ കാണുന്നു. സ്വർഗത്തിൽ കിരീടം അണിഞ്ഞവളായി, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അണിഞ്ഞവളായി, സൂര്യപ്രഭ പോലെ ചുറ്റപ്പെട്ടു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ആ അമ്മയുടെ ആ ലാളനം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി പിടിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. അമ്മേ, മാതാവേ. നിരന്തരമായ പ്രാർത്ഥനയുണ്ട്, നിരന്തരമായ പ്രാർത്ഥനയുണ്ട്. വാടകയ്ക്കെടുത്തിട്ട് വാടക കൊടുത്ത് ഒഴിവാക്കിയ ഒരു ഭൗതിക ശരീരമാണെന്നാണ് ഞാൻ ഉണ്ടായിരുന്ന സമൂഹവും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇത് കേവലം വാടകയ്ക്കെടുത്ത് വാടക കൊടുത്ത് ഒഴിവാക്കിയ ഒരു പരിപാടി അല്ല. ഒരു ഗർഭപാത്രം വാടകയ്ക്കെടുത്തു. ഈ പിതാവായ ദൈവം ഒരു ഗർഭപാത്രം വാടകയ്ക്കെടുത്തു. ഉപയോഗം കഴിഞ്ഞപ്പോൾ വാടകയ്ക്കെടുക്കുന്ന എല്ലാം തിരിച്ചു കൊടുക്കുന്നത് പോലെ തിരിച്ചു കൊടുത്തു. അങ്ങനെ പരിശുദ്ധ അമ്മയെ ഉപേക്ഷിച്ചതല്ല. ഹല്ലേലൂയ. ദൈവം ഉപയോഗിച്ചതിനെ ഒന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല. ദൈവം ഇറങ്ങി വരുന്നിടവും ദൈവം ഉപയോഗിച്ചതിനെ എല്ലാം പരിശുദ്ധമാക്കി പവിത്രമാക്കി തൻ്റേതാക്കുന്നതാ ദൈവത്തിന്റെ പരിപാടി. കൈ അടിച്ച് നിശ്ചയിക്ക് ആരാധന കൊടുത്തേ. അയ്യോ, വല്ലപ്പോഴും ദൈവം ഇറങ്ങി വന്ന ഒരു പേടകം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ദൈവം ഇറങ്ങി വരുന്ന ഒരു പേടകം ഉണ്ടായിരുന്നു. എന്നതാ? ദൈവത്തിന്റെ ഷെഖേന, ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരുന്ന ഒരു പേടകം ഉണ്ടായിരുന്നു. ആ പേടകത്തിൽ വല്ലപ്പോഴും ദൈവം ഇറങ്ങി വരുമായിരുന്നു. ആ പേടകത്തെ എങ്ങനെയാ കൊണ്ടു നടന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ പെട്ടകത്തെ ഉസ കയറി തൊട്ടപ്പോൾ ഉസ തട്ടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്രമാത്രം ദൈവം ഇറങ്ങി വന്നതിനെ പരിപാവനമായി സൂക്ഷിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം ഇറങ്ങി വന്ന സ്ഥലമല്ലല്ലോ അത്, ദൈവം വസിച്ച സ്ഥലമല്ലേ അത്? ഹല്ലേലൂയ. അവിടുന്ന് ഭൗതിക ശരീരം സ്വീകരിച്ചത് അമ്മ മാതാവിൽ നിന്നല്ലേ? അവിടുന്നല്ലേ മനുഷ്യനെ അറിഞ്ഞത്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ശുശ്രൂഷകൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആള് കഴിഞ്ഞ ഇടയ്ക്ക് ഞാനുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സജ്ജിത്തെ, നിങ്ങൾ തിരിച്ചു പോയതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ പരിശുദ്ധ അമ്മയെന്ന് വിളിക്കുന്ന എന്താണ്? ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണേ എന്നൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങൾ ഈ പരിശുദ്ധ അമ്മയെന്ന് വിളിക്കുന്ന എന്താ? വിശുദ്ധ അമ്മയെന്ന് വേണേ വിളിച്ചോ, പക്ഷെ പരിശുദ്ധ അമ്മയെന്ന് വിളിക്കുന്നത്. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, 10 മിനിറ്റ് കേൾക്കാമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു 10 മിനിറ്റ് അല്ല 15 മിനിറ്റ് കേൾക്കാൻ, സംസാരിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തോട് 2 കാര്യം ചോദിച്ചു. എടോ മനുഷ്യ, പഴയ നിയമത്തിൽ ദൈവം ഇറങ്ങി വരുന്ന മുള്ളിന്റെ മേളിൽ ദൈവം ഇറങ്ങി വരുമ്പം മോശയോട് ദൈവം പറയുകയാണ്, മോസസ്, നീ കാലേന്ന് ചെരുപ്പഴിച്ചു വിട്. ചെരുപ്പ് ടേക്ക് ഔട്ട് യുവർ ഷൂസ്. നിന്റെ
ചെരുപ്പെടുത്ത് മാറ്റിവെക്ക്. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ഹല്ലേലൂയ. ഏതാ? ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന്. എവിടെ? മുള്ള്, വെറും മുള്ള്, അത് പരിശുദ്ധമാണെന്ന്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നമ്മൾ കാണുകയാണ്, മലയിൽ പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോ ആ പർവ്വതത്തിന്റെ പേരേ മാറി, വിശുദ്ധ ഹോരേബ് പർവ്വതം. കണ്ടോ കണ്ടോ കണ്ടോ? ആ മലയുടെ പേരേ മാറി, വിശുദ്ധ പർവ്വതം. മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പം വിശുദ്ധമാകുന്നു ആ മല പോലും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദൈവം ഇറങ്ങി വരുവല്ലോ ചെയ്തത്. 10 മാസം ആ ഉദരത്തിൽ അമ്മ വഹിച്ചത് ദൈവത്തെ അല്ലേ? അത് പരിശുദ്ധമല്ലെങ്കിൽ പിന്നെ, ആ വഹിച്ച ശരീരം പരിശുദ്ധമല്ലെങ്കിൽ പിന്നെ, അരമണിക്കൂർ ദൈവം ഇറങ്ങി വന്ന മുൾപ്പടർപ്പ് പരിശുദ്ധമാകുമെങ്കിൽ, ഒരു നേരം ദൈവം ഇറങ്ങി വരുന്ന പർവ്വതം പരിശുദ്ധമാകുമെങ്കിൽ, 10 മാസം ഉദരത്തിൽ ദൈവപുത്രനെ വഹിച്ച ആ ഉദരവും ആ ശരീരവും പരിശുദ്ധമല്ലെങ്കിൽ വേറെ ഒന്നും പരിശുദ്ധമായിട്ടില്ല. കൈയടിച്ച് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഹല്ലേലൂയ. ഓ, ഇന്നത് ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ മാതാവിന്റെ വിശേഷമായ ഒരു പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് പലരുടെയും വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിന്റെ ദിവസമാണ്. കൈയടിച്ച് വിളിച്ചോ, യേശുവെന്ന് വിളിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന ഉണ്ടെന്ന്. ഇന്ന് ശക്തമായ പ്രാർത്ഥനയുടെ ദിവസമാണ്. അമ്മ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പറഞ്ഞോ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പോസ്റ്റ്മാൻ എവിടെങ്കിലും സ്വന്തം നിലയിൽ ഒരു കത്തെഴുതി നിങ്ങൾക്ക് തരാറുണ്ടോ? ഏതെങ്കിലും പോസ്റ്റ്മാൻമാര്? പോസ്റ്റ്മാനോ പോസ്റ്റ് വുമണോ സ്വന്തം നിലയിൽ നിങ്ങൾക്കൊരു കത്തെഴുതി തരാറുണ്ടോ? പോസ്റ്റ് വുമണോ പോസ്റ്റ്മാനോ നിങ്ങളുടെ കയ്യിലൊരു കത്ത് തരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആരോ കൊടുത്തു വിട്ടത് ഏൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ വന്ന മാലാഖ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് വന്ദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാലാഖയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തതല്ല, അത് സ്വർഗത്തിൻ്റെതാണ്. മാലാഖ ഇവിടെ കൊണ്ട് ഡെലിവറി ചെയ്തേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചെന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളൊന്ന് ചോദിക്കുക, രാവിലെ പോസ്റ്റ്മാൻ എടുത്ത് ഒരു കത്തെഴുതി സ്വന്തം നിലയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? മാലാഖ വെറും പോസ്റ്റ്മാനാ. മാലാഖയുടെ കൊടുത്തു വിട്ടതാ ഒരു വന്ദനസ്വരം. ആ വന്ദനസ്വരം കേട്ടപ്പോ അമ്മ മാതാവ് ഞെടുങ്ങിപ്പോയ ഒരു വന്ദനസ്വരമായിരുന്നത്. എന്നതായിരുന്ന വന്ദനസ്വരം? ഹല്ലേലൂയ. ഇങ്ങനെ ഒന്നിനും യോഗ്യമല്ലാത്ത എന്നെ ദൈവപുത്രനെ സ്വീകരിക്കാൻ യോഗ്യമാക്കി. ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ഒരു നല്ല കോട്ടുണ്ട്. ക്രിസ്റ്റോളജി is not derived from Mariology, but Mariology is derived from Christology. അതായത് ക്രിസ്തുശാസ്ത്രം മരിയാശാസ്ത്രത്തിൽ നിന്നല്ല വരുന്നത്, എന്നാൽ മരിയാശാസ്ത്രം ക്രിസ്തുശാസ്ത്രത്തിൽ നിന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ സഭ എന്തെല്ലാം യോഗ്യത അമ്മ മാതാവിനുണ്ടെന്ന് പറയുന്നു, അത് മുഴുവൻ ദൈവം ഉണ്ടാക്കി കൊടുത്തതാ ദൈവപുത്രനെ സ്വീകരിക്കാൻ. ഹല്ലേലൂയ. അതല്ലാതെ അവളിൽ എന്തെങ്കിലും വിശേഷത ഉണ്ടെന്നല്ല പറയുന്നത്, അവളെ പാപരഹിതയാക്കി. കാരണം പാപമില്ലാത്തവനെയാണ് സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഉദരത്തെ പവിത്രമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കന്യകത്വത്തെ നിത്യമാക്കി. കാരണം സ്വീകരിക്കുന്നത് പരമപരിശുദ്ധനായവനെയാണ്. ഹല്ലേലൂയ. ഓ, ഇന്ന് പ്രാർത്ഥനയുടെ ഭയങ്കര ശക്തി ഉയരട്ടെ. ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിലെ ഏത് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പൊക്കോ. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് യൂറോപ്പില് മരിയൻ തീർത്ഥാടനങ്ങൾ പലതും കടന്നുപോയി കാണാൻ ഇടവന്ന്. ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും അയർലൻഡിലും ഒക്കെ ഉള്ള ഒരുപാട് മരിയൻ തീർത്ഥാടനങ്ങളിൽ കടന്നുപോയി. ഇന്ത്യയിലാകട്ടെ, വേളാങ്കണ്ണിയിലാകട്ടെ, ഇന്നിങ്ങ് നമ്മൾ പറഞ്ഞു വരുന്ന എല്ലാം മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോയി നോക്കിക്കോ. മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലുന്നിടത്തെല്ലാം വലിയ പശ്ചാത്താപം നടക്കുകയാണ്. ഹല്ലേലൂയ. മജ്ഹോറിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേട്ട ഒരു സാക്ഷ്യം ഇതാണ്.
പാപിയായ ഒരു മനുഷ്യൻ മജ്ഹോറിയിലേക്ക് പോവുകയാണ് ഈശോയുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷതയുടെ സ്ഥലത്തേക്ക്. ആ മനുഷ്യൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാപത്തെക്കുറിച്ചുള്ള വലിയ അനുതാപം ഉണ്ടാകുന്നു. അയാൾ പൊട്ടിക്കരയുകയാണ്. അയാൾ പറയുകയാണ്, ആ സാക്ഷ്യം ഇംഗ്ലീഷിൽ ഞാൻ കേൾക്കുകയായിരുന്നു. അയാൾ പറയുകയാണ്, I was searching a reason why I was crying, but I was unable to find a reason, but I was unable to stop my cry. Hallelujah. ഞാൻ കരയാൻ കാരണം എന്താന്ന് അന്വേഷിക്കുകയായിരുന്നു. കരയാൻ കാരണം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ പാപബോധം വന്ന് ഞാൻ കരയുകയാണ്. ഹല്ലേലൂയ. കണ്ടോ, അമ്മയുടെ അടുക്കൽ വരുന്നവരെ എല്ലാം അമ്മ പുത്രന്റെ അടുക്കൽ എത്തിക്കും. ഹല്ലേലൂയ. പുത്രന്റെ അടുക്കൽ എത്തിക്കാത്ത ഒരു പരിപാടി അമ്മയ്ക്കില്ല. കാരണം അമ്മയെ പോലെ പുത്രനെ അറിഞ്ഞവർ വേറെ ആരുമില്ല. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് പുത്രനെ കേട്ടറിവാ, അമ്മയ്ക്ക് കൊണ്ടറിവാ. എനിക്ക് നിങ്ങൾക്ക് അമ്മയെ പുത്രനെ കുറിച്ച് കേട്ടറിവുണ്ട്. എന്നാൽ അമ്മയ്ക്ക് തൻ്റെ ശരീരത്തിൽ പുത്രനെ കൊണ്ടറിവാണ്. ആദ്യമായിട്ട് ആ മുഖത്ത് ചുംബിച്ച മനുഷ്യനാരാന്നറിയോ? ഹല്ലേലൂയ. ആ പുത്രൻ തമ്പുരാന്റെ മുഖത്ത് ചുംബിച്ച ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാരാന്നറിയോ? അത് പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ. ഇത് സഭാപിതാക്കന്മാരുടെ രേഖയിൽ നിന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനുഷ്യത്വത്തെ, മനുഷ്യന്റെ ദൈവത്വത്തെ, ഇതിനെ രണ്ടിനെയും ഒരുമിച്ചറിഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ. ദൈവത്വത്തിന്റെ മനുഷ്യത്വം രൂപപ്പെട്ടത് അവളിലാണ്. ഡിവിനിറ്റി ഹ്യൂമാനിറ്റിയിലേക്ക് വന്നത് അവളിലാണ്. ഹല്ലേലൂയ. ഹ്യൂമാനിറ്റി ഡിവിനിറ്റിയിലേക്ക് പോയത് അവളിലൂടെയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അമ്മയിലാണ് ഹ്യൂമനിറ്റിയും ഡിവിനിറ്റിയും കൂടെ ഒരുമിച്ച് മനുഷ്യത്വവും ദൈവത്വവും കൂടെ ഒരുമിച്ച് സമ്മേളിച്ചവൻ സംവേദിച്ചത് അമ്മയിലാണ്. ഇത് പറയാൻ എന്നെ നിയോഗിച്ചിരിക്കുക. കാരണം ഞാൻ 2200-ലധികം യൂട്യൂബ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2200 അല്ല, എനിക്ക് 2600-ലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിൽ, സൂര്യ ടിവിയിൽ എല്ലാം പ്രസംഗിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യൂട്യൂബിലും ഇൻ്റർനെറ്റിലും ഒക്കെ ആയിട്ട്. ഞാൻ എന്നെ ദുഃഖകരമായ കാര്യം പറയട്ടെ, 16 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും അമ്മ മാതാവിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഹാഗാറിനെ പറ്റി ചെയ്തിട്ടുണ്ട്, സാറായെ പറ്റി ചെയ്തിട്ടുണ്ട്, പഴയ നിയമത്തിലെ വേശ്യയായ റാഹാബിനെ പറ്റി 2.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം, അമ്മ മാതാവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ വിശദീകരിച്ചിട്ടില്ല. കാരണം ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തു, ഗർഭപാത്രം വാടക കഴിഞ്ഞ് തിരിച്ചു കൊടുത്തു. പഴം എടുത്തു കഴിഞ്ഞാൽ പഴത്തൊലിക്ക് പ്രാധാന്യമുണ്ടോ? പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ തോടാരെങ്കിലും സൂക്ഷിച്ചു വെക്കുമോ? മുട്ട എടുത്തിട്ട് മുട്ടത്തോട് സൂക്ഷിച്ചു വെക്കുന്നവൻ മണ്ടനല്ലേ? ഇങ്ങനത്തെ മണ്ടൻ സിദ്ധാന്തങ്ങളായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ. മുട്ടത്തോടൊന്നും പഴംതൊലിയൊന്നും ഞാൻ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്ന ഈ അമ്മ സ്വർഗത്തിന്റെ രാജ്ഞിയാണ്. ഹല്ലേലൂയ. അവൾ സ്വർഗത്തിൽ വിശേഷമായ അടയാളത്താൽ കാണപ്പെട്ടവളാണ്. ഈ ബോധ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, എനിക്ക് കിട്ടുന്ന വേദികളെല്ലാം ഞാൻ അമ്മയെക്കുറിച്ച് വാചാലനായി സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അമ്മയുടെ വിമല ഹൃദയം എന്നെ കാണിച്ചു. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വിടും. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന വാത്സല്യം അനുഭവിച്ചു. വെറുതെ അല്ല. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അമ്മയോട് ചേർന്നൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പൊക്കോ. അമ്മ നിങ്ങളെ പുത്രന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കും. അമ്മ നിങ്ങളെ പുത്രന്റെ മുമ്പിൽ എത്തിക്കാതിരിക്കുകയില്ല. അമ്മയുടെ അടുക്കൽ ആര് വന്നാലും അവരെ പുത്രന്റെ അടുക്കൽ എത്തിക്കാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റുകയില്ല. എന്തിനാ? അമ്മ വഴിയാ പൊന്നെ പുത്രൻ വന്നത്. അമ്മയുടെ വഴിയുടെ ഒന്നും പോണ്ട. അമ്മയുടെ വഴി ആവശ്യമില്ലായിരുന്നെങ്കിൽ അമ്മ വഴിയായിട്ട് പുത്രനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നേ. ഒരു സുന്ദര സുമുഖ ചെറുപ്പക്കാരനായിട്ട് ഹെരോദോസിന്റെ കൊട്ടാരത്തിൽ ജനിച്ചു വീഴുന്നവനായിട്ട് ഈശോയെ ജനിപ്പിച്ചാൽ പോരായിരുന്നോ? എന്തിനാണ് ഒരു ഭ്രൂണമായി, എന്തിനാണ് രൂപമില്ലാത്ത ആ ഉദരത്തിൽ രൂപമില്ലാത്തതായി രൂപം സ്വീകരിക്കുവാനായി അമ്മയുടെ ബുക്കിൽ കൊടിയോട് ചേർന്ന് അമ്മ കഴിക്കുന്ന അല്പാഹാരത്തിന്റെ പോഷണം സ്വീകരിച്ച് ഈ അണ്ടകടാകത്തെ മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് പടച്ചുരച്ച സൃഷ്ടാവായ ദൈവം 10 മാസം ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്ത് ഒരു പ്രാധാന്യമില്ലെങ്കിൽ എന്തിനായിരുന്നു ഇങ്ങനെ പരിമിതപ്പെടുത്തിയത്?
ഒരു പ്രാധാന്യമില്ലെന്നല്ല, അതിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ മാംസം സ്വീകരിച്ചു എന്നത് ദൈവരഹസ്യമാണെങ്കിൽ ആ മാംസം സ്വീകരിക്കാൻ യോഗ്യയായി ദൈവം തെരഞ്ഞെടുത്ത അമ്മ പരിശുദ്ധമായ രഹസ്യമാണ്. ഹല്ലേലൂയ. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്ത് വിളിച്ചോ 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 വിളിച്ചോ. എന്റെ ചേട്ടാ, അമ്മയോട് അമ്മ വഴിയായിട്ട് പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മ വഴിയായിട്ട് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ. നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് ഈ വീൽ ചെയറിൽ നിന്നൊക്കെ എഴുന്നേക്കും. അമ്മ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വീൽ ചെയറിൽ നിന്നൊക്കെ എഴുന്നേക്കും. ഇതുവഴി ഓടിച്ചാടി കർത്താവിനെ സ്തുതിച്ചിട്ട് പോയാൽ മതി. ഹല്ലേലൂയ. ഇത് ഓരോരുത്തർക്കും ഇന്ന് അനുഭവമായിട്ട് മാറും. കാരണം അമ്മ നിരന്തരമായ പ്രാർത്ഥനയിൽ എന്നെ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന ആളെ തട്ടി വിളിച്ച് പറ, ഇന്നൊരു അതിശയം പ്രതീക്ഷിക്കണം, ഇത് ഓഗസ്റ്റ് 15. ഇന്നൊരു സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കണം, ഇത് ഓഗസ്റ്റ് 15. ഒരാളെ തട്ടി വിളിച്ച് പറഞ്ഞ് ഇന്നൊരു അതിശയം പ്രതീക്ഷിക്കണം. കൈ കൊടുത്ത് പറഞ്ഞേ മോനെ, കൈ കൊടുത്ത് പറഞ്ഞേ, ഇന്നൊരു അതിശയം പ്രതീക്ഷിക്കണം, ഇത് ഓഗസ്റ്റ് 15. അമ്മ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. 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 ഇത് നൂറ്റാണ്ടുകളായിട്ട് സഭയുടെ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഏലിയായെ കൊണ്ടുപോകാമെങ്കിൽ, നോഹിനെ കൊണ്ടുപോകാമെങ്കിൽ, ഹാനോക്കിനെ കൊണ്ടുപോകാമെങ്കിൽ, മോസസിനെ കൊണ്ടുപോകാമെങ്കിൽ, തന്നോടൊപ്പം ഒരു കാലഘട്ടം സഞ്ചരിക്കാൻ വിളിച്ച ബലഹീനരായ മനുഷ്യരെ കൂട്ടിക്കൊണ്ടു പോകാമെങ്കിൽ, സ്വർഗത്തിന്റെ മണിമകുടമായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമ്പോ എന്തായിരിക്കും ഒരുക്കം. ദൂതന്മാരെല്ലാം കുനിഞ്ഞു നോക്കും, ഇത് എങ്ങോട്ടാ പോകാൻ പോന്നേ, ആരായി പോകുന്നേ? സ്വർഗത്തിന്റെ മണിമകുടമാന്നേ. ഏറ്റവും സ്വർഗത്തിൽ വിലപിടിപ്പുള്ളതാണ് താഴേക്ക് പോകുന്നേ. ദൂതന്മാരെല്ലാം ചോദിച്ചു, എവിടോട്ടാ ഇത് പോകാൻ പോന്നേ, എങ്ങോട്ടാ ഇത് പോകാൻ പോന്നേ, ഏത് കൊട്ടാരത്തിലാണ് ഈ അമൂല്യ ശേഖരത്തെ ശേഖരിച്ചു വെക്കാൻ പോകുന്നതെന്ന് സകല സ്വർഗീയ മാലാഖമാരും സ്വർഗത്തിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോഴാണ് ദൈവത്തിന്റെ മാലാഖ കറങ്ങിത്തിരിഞ്ഞ് ഓടിച്ചെല്ലുന്നത് ഒരു ഇടയ സ്ത്രീയുടെ അടുക്കലാണ്. അവിടെ തുടങ്ങിയതാണ് ഈ രക്ഷാചരിതം. ഹല്ലേലൂയ. അവിടെ തുടങ്ങിയതാണ് ഈ രക്ഷണ്യ പ്രവൃത്തിയോട് അമ്മ മാതാവിന്റെ സഹകരണം. ഹല്ലേലൂയ. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാ. ഒന്ന് പറഞ്ഞോ, രക്ഷണ്യ പ്രവൃത്തിയോട് അമ്മ മാതാവിന്റെ സഹകരണം. സ്വർഗത്തിന്റെ ആലോചന അറിയിച്ച ദൂതൻ അമ്മയുടെ യെസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്, അമ്മയുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ മറക്കരുത് ആ ഘട്ടം. മുഴുവൻ സ്വർഗം സൈലൻസ് ആയി കാത്തുന്ന സമയത്ത് അമ്മയുടെ അധരത്തിൽ നിന്ന് നടന്നു വീണു ഒരു വാക്ക്, ഇതാ. ഓ, ഒന്ന് പറഞ്ഞേ, ഇതാ, ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിവർത്തിയാകട്ടെ. നിന്റെ ഹിതം എന്നിൽ ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. കണ്ടോ, നിങ്ങൾ അറിയണം അത്. ഗബ്രിയേൽ മാലാഖ സ്വർഗത്തിൽ നിന്ന് വന്ന് നസ്രത്തുകാരി പെൺകൊച്ചിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അനുവാദത്തിന് വേണ്ടി അരങ്ങൊഴിയാതെ കാത്തു നിൽക്കുമ്പോൾ അമ്മ മാതാവിന്റെ അധരത്തിൽ നിന്ന് അടർന്നു വീണ ഒരൊറ്റ പദം, ആ പദം ആവർത്തിച്ച് കേൾക്കുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിവർത്തിയാകട്ടെ. ആ യെസ് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച് യെസ് ആയിരുന്നു. ഹല്ലേലൂയ. 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 ഹവ്വ അങ്ങ് ഏദനിൽ വെച്ച് പറഞ്ഞു നോ. ഹവ്വ അങ്ങ് ഏദനിൽ വെച്ച് പറഞ്ഞു നോ. അമ്മ മാതാപിതാ അതേ സന്ദേശത്തോട് പറയുന്നു യെസ്. ഹവ്വായോട് പറഞ്ഞു, വരൂ ദൈവ പദ്ധതിയിൽ സഹകരിക്കേ. അതേ ആലോചന അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, യെസ്, ഞാൻ സഹകരിക്കാൻ പോവാ. ഹവ്വ അവിശ്വസിച്ചെടുത്ത് വിശ്വാസം കൊണ്ട് സ്വർഗത്തിന്റെ രാജ്ഞിയായി അവൾ മാറി. വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. നോക്കിക്കോ, നോക്കിക്കോ, അമ്മ മാതാവ് സ്വർഗത്തിന്റെ രാജ്ഞിയായി, കിരീടധാരിയായി, മഹാപ്രഭയോടെ ഡിവൈന്റെ അങ്കണത്തിൽ വന്നിട്ടുണ്ട്. വിളിച്ചോ, 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 എന്റെ അമ്മേ, എന്റെ ആശ്രയമേ. നിരന്തരമായ പ്രാർത്ഥന ഉയരട്ടെ, ഇന്ന് തന്നെ ഉയരട്ടെ. ഇതൊരു അത്ഭുതത്തിന്റെ നിമിഷമായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ മാറട്ടെ. അമ്മയിലേക്ക് നോക്കി വിളിച്ചോ, അമ്മേ, എന്റെ ആശ്രയമേ, എന്റെ ആശ്രയമേ, എന്റെ ആശ്രയമേ. 17 വർഷം പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരുന്ന ഒരു മനുഷ്യൻ 3 നാളുകൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് മനസ്സിലാകാതെ പോയതെന്ന്. ഹല്ലേലൂയ. കാരണം ഇത് കണ്ണടച്ചെന്ന പോലെ ഇരുട്ടാക്കി
എത്ര പേരാണ് അമ്മയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയിട്ടുള്ളത്. ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ദിവസം, കർത്താവേ, സഭ വിട്ടു പോയവരെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും സഭ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഓടി വരേണ്ടതിന് നല്ല ഒരു പ്രാർത്ഥന നമുക്ക് വായി തുറന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരന്തരമായ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ഇതിപ്പോൾ വ്യാപിക്കട്ടെ. നട്ടെല്ലുകൾ നിവരട്ടെ, ജീവൻ വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മുമ്പിൽ ഈ മുൻപന്തിയിൽ എഴുന്നേൽക്കാനും നടക്കാനും ശാരീരികമായി ബലഹീന നിമിത്തം കഴിയാത്ത മുഴുവൻ പേരും കൺമുമ്പിൽ കാണുക. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ, പേര് പറഞ്ഞ് ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പേര് പറഞ്ഞ് ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സംശയിക്കണ്ട, 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 സംശയിക്കണ്ട. പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കണമെന്നും നട്ടെല്ല് നിവരണമെന്നും ശക്തമായ കൃപ ഇറങ്ങണമെന്നും നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരായത്? ഭർത്താവ്. എന്നാ പറ്റിയതാ ചേട്ടന്? ഓ, എത്ര വർഷമായി? എന്താ പേര് ഇയാളുടെ? ലോയിഡ്. എവിടുന്ന വരുന്നത്? തൃശ്ശൂർ ജില്ലയിൽ. കരയല്ലേ ചേട്ടാ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ എൻ്റെ ആശ്രയം, അമ്മ എൻ്റെ ആശ്രയം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടല്ല. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ലോയിഡ് ചേട്ടന് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശേഷാൽ ലോയിഡ് ചേട്ടന് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ചേട്ടാ, ഒരു ശക്തി വരുന്നുണ്ട്. ചേട്ടാ, ഒരു ശക്തി വരുന്നുണ്ട്. ശക്തി വരുന്നുണ്ട്. എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് ശക്തി സംവഹിക്കുന്നതായിട്ട്, ശക്തി ഇറങ്ങി വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിളിച്ചോ, 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 ഒരുമിച്ച് വിളിച്ചോ, നിങ്ങൾ ഒരുമിച്ച് വിളിച്ചോ, യേശുവേന്ന് വിളിച്ചോ. കാല് ചലിപ്പിച്ചേ, കാല് ചലിപ്പിച്ചേ, കാല് ചലിപ്പിച്ചേ, ചലിപ്പിച്ചേ, ചലിപ്പിച്ചേ. മറ്റേ കൈ കൊണ്ട് ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കേ. ശരീരം ബാലൻസ് ചെയ്തു, ശരീരം ബാലൻസ് ചെയ്തു. ഓ, കൈ അടിച്ചു വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. ബോഡി ബാലൻസ് ചെയ്തേ, ബോഡി ബാലൻസ് ചെയ്തേ, ബോഡി ബാലൻസ് ചെയ്തേ. കൈ ഉയർത്തിക്കേ, കൈ ഉയർത്തിക്കോ. ബോഡി ബാലൻസ് ചെയ്തു. കരയണ്ട, ഈശോയാ തൊടുന്നത്, ഈശോയാ തൊടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാ, വാ, കാലെടുത്ത് വെക്ക്, കാലെടുത്ത് വെക്ക്, പോട്ടെ, പോട്ടെ, പോട്ടെ. ബാലൻസ് എടുത്തു പോട്ടെ, ബാലൻസ് എടുത്തു പോട്ടെ. ഈശോയാ തൊടുന്നേ, ഈശോയാ പിടിക്കുന്നേ. വിശ്വസിക്ക്, കർത്താവേ എന്ന് വിളിക്ക്. നട്ടെല്ല് മുഴുവൻ ഈശോയുടെ ശക്തി ഒന്ന് വ്യാപിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേ. എന്റെ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ഹാല 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 ഹാല. അങ്ങോട്ട് നോക്കിക്കേ, അങ്ങോട്ട് നോക്കിക്കേ, തിരിഞ്ഞേ. ആ മുണ്ടൊന്ന് എടുത്തു കൊടുത്തേ, മുണ്ടൊന്ന് എടുത്തു കൊടുത്തേ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി ചേട്ടന്റെ ചുറ്റിലും ഉണ്ട് കേട്ടോ. അമ്മ ചേട്ടന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാകട്ടോ ഇത്. അമ്മ ചേട്ടന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാകട്ടോ ഇത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീ കൈ ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഒന്ന് പ്രാക്ടീസ് ചെയ്യിച്ചേ, ഒന്ന് പ്രാക്ടീസ് ചെയ്യിച്ചേ, ഒന്ന് നടന്നേ, അങ്ങേയറ്റം വരെ സ്വന്തമായിട്ട് നടന്നേ. വേണ്ട വേണ്ട, ജസ്റ്റ് ഒരാളെ ഹെൽപ്പ് ചെയ്തു, ജസ്റ്റ് ഒരാളെ ഹെൽപ്പ് ചെയ്തു. നടത്തിക്കേ, നടത്തി കൈ അടിച്ചൊന്ന് സ്തുതിച്ചേ, യേശുവേന്ന് വിളിച്ചേ, ഇന്നൊന്ന് ആഗ്രഹിച്ചേ. ഞാനിതാണ് പറയുന്നത്. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ഉറപ്പിൽ നമുക്ക് അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് വിഷയങ്ങളുടെ കുരുക്കുകൾ അഴിയുന്നുണ്ട്. ആ കസേരയൊക്കെ മാറ്റി വെച്ചിട്ട് കാലുറപ്പിച്ച് ബലം കൊടുത്ത് ചാടി എഴുന്നേറ്റ് ഈശോയുടെ സാക്ഷിയാകാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞേ, കർത്താവേ, കർത്താവേ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, കർത്താവേ, കർത്താവേ, ഇതാ ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാ ഞാൻ വിശ്വസിക്കുകയാണ്. രോഗികളായ മക്കളെല്ലാരും വേഗം ഒന്ന് എഴുന്നേറ്റേ. രോഗികളായ മക്കളെല്ലാരും ഒന്ന് എഴുന്നേറ്റേ. രോഗികൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് വന്നേ. രോഗികൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിങ്ങളുടെ രോഗമുള്ളിടത്തേക്ക് കൈകൾ വെച്ചേ. ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്ന സമയം. ഇത് കൃപയുടെ സമയം. ഇത് കൃപയുടെ നീർച്ചാലുകളെ ദൈവം വെട്ടുന്ന സമയം. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയം. ഇത് ശക്തമായ ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയം. സ്തുതിക്കാൻ തുടങ്ങി, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്താൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മേ, നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തി, അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ശക്തി കിഡ്നിയുടെ മേൽ വ്യാപിക്കട്ടെ, അസ്ഥിയുടെ മേൽ വ്യാപിക്കട്ടെ, നാഡീ ഞരമ്പുകളുടെ മേൽ വ്യാപിക്കട്ടെ, കോശങ്ങളുടെ മേൽ വ്യാപിക്കട്ടെ, നടുവിൽ വ്യാപിക്കട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക്, ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് യേശുനാമത്തിൽ, ഉച്ചത്തിൽ പറയാ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിന്ന് വചനത്തിന്റെ ശക്തി ഇറങ്ങി വരുന്ന നിമിഷമാവട്ടെ. ഈ കറുത്ത ഉടുപ്പിട്ട ഈ മകളെ വിളിക്കൂ. ഇങ്ങോട്ട് ഓടി വരൂ മകളെ. നിന്നെ അടുക്കൽ വിളിക്കാൻ ഈശോ പറയുന്നു. ഇത് നിനക്ക് ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമാണ്. നീ ഇവിടെ നിൽക്കൂ, ഒന്ന് വിശ്വസിക്കൂ. ഇവളുടെ ഈ വയറിന്റെ ഈ വലത്തെ ഭാഗത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. ശക്തി ഇറങ്ങുന്നു, ശക്തി ഇറങ്ങുന്നു, ശക്തി ഇറങ്ങുന്നു. ഈശോ വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ. ഈശോ, ഈശോ. അടിയുന്നു മകളെ. സർജറി, സർജറി നടക്കുന്നു. ഡിവൈൻ സർജറി നടക്കുന്നു. കൈയടിച്ചു വിളിച്ചോ. ഡോക്ടറെ ഇവിടെ ഇരുന്ന് കൈവച്ചോ. ഈ സൈഡിൽ അവിടെ കിടന്നു, അവിടെ കിടന്നു, അവിടെ കിടന്നു. ആ വലത്തെ സൈഡിൽ ഡോക്ടർ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. അവളെ ദൈവം ഈ സൗഖ്യം അനുഭവിക്കാൻ വേണ്ടി ദൂരത്തൊന്ന് കൊണ്ടുവന്നാന്ന് എന്നോട് പറയുന്നേ. അവൾക്ക് ഈ സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുക. കൈ അടിച്ച് നമുക്കൊന്ന് വിളിക്കാം. ഇവിടെ മുഴുവൻ സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപിക്കുന്നു. അച്ഛൻ്റെ അടുത്തോട്ട് ഓടിച്ചല്ലോ, ഓടിച്ചല്ലോ. എന്താ നിന്റെ പേര്? എന്താ നിന്റെ പേര്? അഞ്ജു. നീ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച ഇതാണ്. അമ്മയുടെ പ്രാർത്ഥന നിന്റെ തലയില് ഈ ഭാഗത്ത് ദൈവിക സ്പർശനം നടക്കുന്നു മകളെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, അവള് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു, സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഇതാ കൂട്ടമായിട്ട് ആണ്ടാ കൈകൂപ്പി നിൽക്കുന്ന ചേട്ടൻ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. യേശു എന്ന് വിളിച്ചോ ചേട്ടാ. കഴുത്തിന്റെ ഈ സൈഡില് ഒരു സ്പർശനം നടക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചോ. യേശുവേ, 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 യേശുവേ. ഇത് വലിയ സാക്ഷ്യമാണ്. എന്താ നിന്റെ പേര്? നവ്യ. നവ്യ. നീ ദൂരെ ഇവിടെ വന്നാന്ന് പറയുന്നത്. എവിടുന്നാ വരുന്നേ? 2 മണിക്ക് ന്യൂസിലൻഡിൽ നിന്ന് വന്നതാണ്. ഇന്ന് രാവിലെ 2 മണിക്ക് ന്യൂസിലൻഡിൽ നിന്ന് വന്നു. എയർപോർട്ടിൽ നേരെ ഇങ്ങോട്ടാ വരുന്നേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യൂസിലാൻഡിൽ നിന്ന് വന്ന് ഈ അത്ഭുതം കൊണ്ടുപോകാൻ കർത്താവ് അവളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് സഹോദരങ്ങളും മാതാപിതാക്കളും തമ്മിൽ ഞാൻ നിന്റെ വീട്ടിനകത്തേക്ക് നോക്കുമ്പോൾ വിവാഹ ബന്ധം വേർപെട്ട് മുഴുവൻ കലുഷമായി എവിടെയും ഭാവി രക്ഷപ്പെടാത്ത രീതിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിന്റെ ഭവനാംഗങ്ങളെ ഈശോ എന്നെ കാണിക്കുന്നു മകളെ. എന്നിട്ട് കർത്താവ് എന്നോട് പറയുന്നു, ഞാൻ ഇന്ന് ഇവളുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഖാവുസിന്റെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഭവനത്തില് ഉള്ള എല്ലാവരുടെയും കുടുംബ ജീവിതത്തോട് ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര യുദ്ധമാണ്. പക്ഷെ ഈ യുദ്ധത്തിൽ അമ്മയുടെ ഇവൾക്ക് പ്രശ്നമാണ്, ഇവളുടെ സഹോദരന് പ്രശ്നമാണ്. നിനക്കൊരു സഹോദരനുണ്ടല്ലേ? ഉണ്ട്. അവന്റെ കുടുംബജീവിതം തകർന്നു കിടക്കുക. അവൻ ഡിവോഴ്സ് ചെയ്തിരിക്കുകയാണ്. ചരിത്രം മാറുന്നു മകളെ, ചരിത്രം മാറുന്നു, ചരിത്രം മാറുന്നു. നിന്റെ ഭവനത്തിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ്. നന്നായിട്ട് കൈയടിച്ച് വിളിച്ചോ, ഈശോയെന്ന് വിളിച്ചോ. ഇവിടെ മുഴുവൻ വചനത്തിന്റെ ശക്തി പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ ശക്തി പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പുറകിലായിക്കോട്ടെ, എത്ര മുമ്പിലായിക്കോട്ടെ, ആയിരങ്ങളെ താണ്ടിയിട്ടല്ലാതെ നിങ്ങൾക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അമ്മ മാതാവിന്റെ പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥന, ഈശോയോ ഇവളുടെ തലക്കകത്താകട്ടോ, ഇവളുടെ തലക്കകത്ത് ഡോക്ടറെ, ഇവളുടെ തലക്കകത്താണ് ദൈവത്തിന്റെ സ്പർശനമുണ്ട്. ഇത് ഭയങ്കര സൗഖ്യമാണ്. ഒക്കെ ഇപ്പോഴും അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവളിവിടെ സൗഖ്യമാകുമ്പോ ഇവളുടെ വീട്ടിൽ, ഇവളുടെ ഭവനത്തിൽ ഉള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ മകളെ? നിന്റെ അമ്മ വന്നിട്ടുണ്ട്. ഇവളുടെ അമ്മ എവിടെയാണ്? എനിക്കൊരു പേര് കിട്ടുന്നു, ജോസ് എന്ന്. ആരാണ് ജോസ്? ആരാണ്? ഈ ജോസിനാണ് ഇപ്പൊ സൗഖ്യം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വരാം. ജോളി എന്നാണ് പേര്. ജോസ് ആരാ? പപ്പ എന്റെ ഭർത്താവ്. നിങ്ങളുടെ ഭർത്താവാണ് ജോസ്. ഈ മരക്കൊമ്പ് കൊണ്ട് തോളിനടി കിട്ടിയ ഭയങ്കരമായ ഒരു തോളലിന് തകരാറ് സംഭവിച്ച് തളർന്നിരിക്കുക അല്ലേ? ഈ മകൾ ഇവിടെ സൗഖ്യമാകുമ്പോൾ ഇവളുടെ അപ്പൻ ജോസിനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആർത്ത് വിളിച്ചോ, യേശുവിനെ വിളിച്ചോ. നിങ്ങൾ കുടുംബമായിട്ട് പെട്ടെന്ന് പോയി പനക്കിലച്ചന്റെ അനുഗ്രഹം മേടിക്കുവാനെ. ഇവിടെ മുഴുവൻ കർത്താവ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. അമ്മേ മാതാവേ വിളിച്ചോ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ. നിരന്തരമായ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഓർക്കണമേ. ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്താലും എന്റെ പേരിൽ കേസുകൾ വരും. ഞാൻ ഒരാളോട് സംസാരിക്കാൻ ചെന്നാൽ പോലും, ഗുണം ചെയ്യാൻ പോകുന്നത് പോലും അവസാനം എന്റെ തലയിൽ അത് കേസായിട്ട് മാറും. ഇങ്ങനെ കേസുകളുടെ ഒന്നിനു പുറകെ ഒന്നായി കേസുകൾ കൊണ്ട് വലയുന്ന
കേസുകൾ, ഞാൻ പറഞ്ഞല്ലോ, പോലീസ് കേസുകൾ കൊണ്ട് വലയുന്ന ഒരു 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 മകള് ഒരു മകനും, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ട് പ്രേരണ കർത്താവ് തരികയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ രക്ഷപ്പെടും. പെട്ടെന്ന് മുന്നോട്ട് പോരെ. അത് ഒരു മകളുമുണ്ട്, ഒരു മകനുമുണ്ട്. എന്നാ ചെയ്താലും അവസാനം അത് കേസുകളുടെ അകത്ത് പോയി കുടുങ്ങും. 9, 10, 12 കേസുകൾ ഇപ്പോൾ നിലവിലുണ്ട്. കുരുക്കഴിക്കാൻ അമ്മ മാതാവ് ഇവിടെ വന്നിട്ടുണ്ട്. കർമ്മല മാതാവ് കുരുക്കഴിച്ചോണ്ടിരിക്കുക. കൈയടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന. ചേട്ടന്റെ കാര്യമാണോ പറയുന്നത്? ചേട്ടന്റെ കാര്യമാണോ പറയുന്നത്? അതെ. കരയല്ല 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 കരയല്ല. ആ കെട്ടിന്ന് പൊട്ടും, ആ കെട്ടിന്ന് പൊട്ടും. ഇല്ലില്ല, ചേട്ടൻ വിഷമിക്കാതെ, ചേട്ടൻ വിഷമിക്കാതെ. ചേട്ടാ ഇന്നുകൊണ്ടാ ചങ്ങല പൊട്ടും. രക്തബന്ധം പോലും കേസ് കൊടുക്കും കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോയപ്പോ ചിന്തിച്ചത്, ഈ പോയ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചിട്ടാണെങ്കിലും സ്വസ്ഥത കിട്ടുമെന്ന. അവിടെ ചെന്ന് 9ാമത്തെ ദിവസം അവിടെയും പ്രശ്നങ്ങളായി. അല്ലേ അല്ലേ? ഇതൊരു പ്രത്യേക കഥയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ മകനെയും ഈ കുടുംബത്തെയും കർത്താവ് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭവനത്തിന് ഇന്ന് രക്ഷ വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓഗസ്റ്റ് 15-ാം തീയതി നിങ്ങൾ വലിയ അതിശയങ്ങൾ വിശ്വസിക്കണം. കാരണം ഇത് അമ്മ മാതാവിന്റെ സ്വർഗപ്രവേശനത്തിന്റെ, സ്വർഗാരോഹണത്തിന്റെ, സ്വർഗാരോപണത്തിന്റെ തിരുനാളിന്റെ ദിവസമാണ്. കൈയടിച്ച് വിളിച്ചു ഈശോ. കെട്ടഴിയുന്നു. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. നിങ്ങളുടെ പ്രശ്നം ഒരു വഴിയിൽ തുടങ്ങിയതാണോ? ഒരു വഴി പ്രശ്നത്തോട് ആരംഭിച്ചതാണോ? ഈ ഹൃദയം കർത്താവ് കാണുന്നു കേട്ടോ. ഈ കണ്ണീരുന്നുകൊണ്ട് കർത്താവ് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ പ്രാർത്ഥന ഉള്ളത്തിൽ നിന്ന് അങ്ങ് നിറഞ്ഞു പ്രാർത്ഥിച്ചു. ഊര് ചുറ്റാൻ തുടങ്ങിയിട്ട് 16 വർഷമായി. ഇന്നെങ്കിലും ഒരു ശാന്തത കിട്ടിയില്ലെങ്കിൽ, ഈ ജീവിതം ഡിവൈനിൽ വന്നിട്ട് ധന്യമായില്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ടാണ് ധന്യമാകുന്നത്? ഈ ചരിത്രം ദൈവം മാറ്റി മറിക്കുന്നു എന്ന് വിശ്വസിച്ച് ഒന്ന് വിളിച്ചോ. എന്റെ ആശ്രയം, എന്റെ അമ്മ, എന്റെ ആശ്രയം. വിളിച്ചോ എന്റെ അമ്മ, എന്റെ ആശ്രയമേ. ചരിത്രം മാറുന്നു, ചരിത്രം മാറുന്നു. വീടുകൾ വിളിച്ചോ അമ്മേ. അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ രാജ്ഞിയായവൾ, സിംഹാസനസ്ഥയായവൾ, കിരീടം വെച്ചവൾ ഇതുവഴി നടക്കുന്നുണ്ട്. അമ്മ പലരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. മാതൃവിയോഗത്തിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ, എൻ്റെ അമ്മ നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അമ്മയ്ക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറ്റും. ഈ അമ്മയ്ക്ക് നിങ്ങൾക്ക് ആശ്വാസം തരാൻ പറ്റും. പലർക്കും സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല ശരീരങ്ങളും സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സ്തുതിച്ചോ, ഒന്ന് വിളിച്ചോ, ഒന്ന് സ്തുതിച്ചോ. അതെ, ചേച്ചി സൗഖ്യമാകുന്നുണ്ട്. അവരെ വിളിച്ചോ ഡോക്ടറെ, അവരെ വിളിച്ചോ. സമയമായി. അവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അവരെ വിളിച്ചോ, അവരെ വിളിച്ചോ. ഇങ്ങോട്ട് കൊണ്ടുവാ. കൃപയുടെ സമയമായത്. ഇത് കൃപയുടെ സമയമാണ്. നല്ല ഒരു പ്രാർത്ഥന. ഉള്ളു തുറന്നു പ്രാർത്ഥിച്ചോ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവം ഇടപെടുന്ന സമയമാണ്. ഓടിക്കൊണ്ടുപോവാ മകളെ. അമ്മയുടെ സ്പർശനം നിനക്ക് കിട്ടുന്നുണ്ട് മകളെ. ഈ മകൾ എവിടുന്നാ വന്നേ? എവിടെയായിരുന്നു ഇവിടെ നിന്നേ? ഇവളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. ഇവളുടെ അവസ്ഥയാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്.
ഞാൻ ചോദിക്കട്ടെ, ചെവിയിൽ നിന്ന് ദുർഗന്ധം വരുന്ന പഴുപ്പും വെള്ളവും പുറത്തേക്ക് ഒഴുകുന്ന വ്യക്തി നീയാണോ? അതെ, കുറച്ച് സൗഖ്യമാവുക കേട്ടോ. ഹല്ലേലൂയ. ഓഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. സൗഖ്യത്തിന്റെ പേര്. ഓ, ആണ്ടെ, ആണ്ടെ, ആണ്ടെ. ഇവിടെ മുഴുവൻ സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപിച്ചോണ്ടിരിക്കുക. എഴുന്നേറ്റൊന്ന് ഒറ്റ വിളി വിളിച്ചോ. എഴുന്നേറ്റോ, എഴുന്നേറ്റോ, എഴുന്നേറ്റോ. യേശുവേ വിളിച്ചോ. യേശുവേ, യേശുവേ, യേശുവേ. എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ. റോസറ്റിന്റെ ചേട്ടൻ ഓടിവാ. ഓടിവാ. മനസ്സ് തുറന്നോ. ഈശോയെന്ന് വിളിച്ചോ. ജീവിതം മാറുന്നുണ്ട്. ജീവിതം ഈശോ മാറ്റിമറിക്കുന്നുണ്ട്. വിളിച്ചോ. യേശുവെന്ന് വിളിച്ചോ. പല വ്യക്തികളിലേക്കും പല കുടുംബങ്ങളിലേക്കും അവിടുത്തെ വചനത്തിന്റെ ശക്തി പുറപ്പെടുന്നുണ്ട്. ഈശോ, യേശുവിന്റെ ആത്മാവേ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എന്റെ ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓഹ്, സ്പർശനം കിട്ടുന്നുണ്ട്, സ്പർശനം കിട്ടുന്നുണ്ട്. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. 140-ലധികം പേർ അടുത്ത 5 മിനിറ്റിനകത്ത് ഇതിനകത്ത് സൗഖ്യമായിക്കോട്ടെ. 140-ലധികം പേർ. നിങ്ങൾ എവിടെ നിന്നാണേലും സ്തുതിച്ചോ. ഓഗസ്റ്റ് 15-ന്റെ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഓൺലൈനിൽ ഏകദേശം 200-ലധികം പേർ ലൈവായി കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി സ്വീകരിക്കുന്നു. അമ്മ ഇവിടെ സജീവമായിരിക്കുന്നു. അമ്മയുടെ പ്രാർത്ഥന ഇവിടെ സജീവമായിരിക്കുന്നു. അമ്മേ, എൻ്റെ ആശ്രയമേ, അമ്മേ, എൻ്റെ ആശ്രയമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ രണ്ട് ഉയർത്തിപ്പിടിച്ച് വിളിച്ചോ. കൈ രണ്ട് ഉയർത്തിപ്പിടിച്ച് വിളിച്ചോ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആ മകൻ സൗഖ്യമാകുന്നുണ്ട്. ഈശോ അവനെ തൊടുന്നുണ്ട്. അവന്റെ ജീവിതം മാറുന്നുണ്ട്. അവന്റെ ജീവിതം മാറുന്നുണ്ട്. അവന്റെ ജീവിതം മാറുന്നുണ്ട്. അമ്മ മാതാവ് അവനെ വിമല ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒരു സ്നേഹാഗ്നി ജ്വാല പോലെ. ഓ, ആ മകനെ വിളിച്ചേ, അവനെ വിളിച്ചേ. നിന്നോട് പറയാൻ എനിക്ക് ആലോചനയുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവം ശ്രദ്ധിച്ചു കേൾക്കും മകനെ. ഈ കാലഘട്ടത്തിൽ ദൈവം നിന്റെ മേൽ ഒരു പുതപ്പിട്ടിട്ടുണ്ട്. അതൊരു അഭിഷേകത്തിന്റെ പുതപ്പാണ്. അത് വ്യാപാരം ചെയ്യാൻ നീ ഒരു ശക്തനായ ശുശ്രൂഷകനായി മാറും. ഈ മകനെ പൊക്കിയെടുത്ത് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തോട് ചെന്നു. ഇവന്റെ മേൽ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയുണ്ട്. വേഗം അച്ഛൻ്റെ അടുത്തോട് കൊണ്ടുചെല്ല. വലിയൊരു അഭിഷേകമായിട്ട് അവന്റെ ജീവിതം മാറ്റപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം, 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 സ്തുതിക്കാം. അച്ഛൻ ഇവനൊരു ശുശ്രൂഷകനാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. അവൻ സ്വതന്ത്രമായി ഈശോയെ സ്തുതിക്കാൻ വേണ്ടി കർത്താവ് അവനെ തെരഞ്ഞെടു. ഓ, ജീവന്റെ ശക്തി വ്യാപിക്കട്ടെ. ഏത് കൈക്കാ ബലഹീനതയുള്ളേ? ജീവന്റെ ശക്തി വ്യാപിക്കട്ടെ. കൊണ്ടിയല്ലേ, 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 കൊണ്ടിയല്ലേ. നല്ല ഉറക്കമില്ലായ്മയുണ്ടല്ലേ?
നല്ല ഉറക്കമില്ലായ്മയുണ്ടല്ലേ? നല്ല ഉറക്കം ലഭിക്കുന്ന രാത്രികൾ വരാൻ പോകുന്നു കേട്ടോ. ഡിപ്രഷന്റെ ശക്തികൾ വിട്ടോടുന്നു. ഇവിടെ പല ഭവനങ്ങൾക്കും വലിയ രക്ഷയുടെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കും. ഒരുമിച്ച് കരമുയർത്തി പറയാം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടില്ല, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷകളുടെ നന്നായിട്ട് കൈ ഉയർത്തി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടുന്നു, അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനുടെ അപേക്ഷകളുടെ ഈ സമയത്ത് കർത്താവേ, ഈ വചനം കേൾക്കുന്ന അത്രയും മക്കളെ ഈ ഓഗസ്റ്റ് 15 കർത്താവ് കൊടുത്തിരിക്കുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ തിരുനാളിന്റെ ആഘോഷത്തിന്റെ നാളുകളിൽ പലരുടെ ജീവിതത്തിലും കുരുക്കഴിക്കുന്ന അനുഭവങ്ങൾ, അമ്മ വന്ന് പ്രാർത്ഥിച്ചെന്റെ ബന്ധനം അഴിച്ചു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ പല കുടുംബങ്ങളിലും ശക്തിയോടെ വെളിപ്പെട്ടു വരട്ടെ. അതിനുവേണ്ടി ഈ സമയത്ത് ഇതാ ലോകം മുഴുവൻ ഈ വചനം കേൾക്കുന്ന അത്രയും മക്കളെയും സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾ ലഭിക്കട്ടെ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ, അടയാളങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്നപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്, അടുത്ത 5 വ്യാഴാഴ്ചകളില് തുടർമാനമായിട്ട് ഈ അടുത്ത ഒരു 5 ആഴ്ചത്തേക്ക് പ്രാർത്ഥനയ്ക്കിരിക്കാൻ പ്രേരണയുള്ളവരെല്ലാം അതിനുവേണ്ടി നിങ്ങളെ തന്നെ വേർതിരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാ പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തോട് ബന്ധപ്പെട്ടുള്ള അടുത്ത 5 ആഴ്ചയെ ഒരു സീസണായിട്ട് ആഘോഷിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരണ കിട്ടുന്നവരെല്ലാം ഒരു മുഴുവൻ ധ്യാനം കൂടുവാനായി ഡിവൈനിലേക്ക് വരിക. നിങ്ങളുടെ തിരക്കും ജീവിത സാഹചര്യം അത് അനുവദിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വ്യാഴാഴ്ചകളെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് വരുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത 5 ആഴ്ചകളിൽ തുടർമാനമായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ മരിയൻ ഡോഗ്മകളെ കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. അമ്മയുടെ വിശേഷമായ സ്വർഗത്തിലെ സ്ഥാനം അത് ചെറുതായിട്ട് ലഭിച്ചതല്ല, അതിന് വലിയ ആശയങ്ങളും അർത്ഥങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കൈയുയർത്തി ഒന്ന് പറഞ്ഞു, എന്റെ അമ്മ എന്റെ ആശ്രയമേ, എന്റെ അമ്മ എന്റെ ആശ്രയമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഇരിക്കാം, സ്വസ്ഥാനങ്ങൾ ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. അച്ഛന്റെ ബ്ലെസ്സിങ് മേടിച്ചോ? ഓടിച്ചല്ലേ, ഓടിച്ചേ. ഞാൻ വ്യാഴാഴ്ചകളിൽ വരുന്നവരോട് പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങളൊരു സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി ഇന്ന് തയ്യാറാഴ്ചകളിൽ തുടർമാനമായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ മരിയൻ ഡോഗ്മകളെ കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ്. അമ്മയുടെ വിശേഷമായ സ്വർഗത്തിലെ സ്ഥാനം അത് ചെറുതായിട്ട് ലഭിച്ചതല്ല, അതിന് വലിയ ആശയങ്ങളും അർത്ഥങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കൈയുയർത്തി ഒന്ന് പറഞ്ഞു, എന്റെ അമ്മ എന്റെ ആശ്രയമേ, എന്റെ അമ്മ എന്റെ ആശ്രയമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം.